ഓം ഗുരുർബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ടായ ധീമഹി തന്നോ ദന്തി പ്രചോദയാത്. ബാലരവിദ്യുതിമിന്ദുകിരീടാം തുംഗകുജാം നയനത്രയയുക്താം സ്മേരമുഖിം വരദാങ്കുശപാശാം ഭീതിഹരാം പ്രഭജേത ഭുവനേശിം. അരുണകിരണജാലേ രഞ്ജിതാ സാവകാശ വിധൃതജപവടീക പുസ്തക വേദഹസ്ത അഭയവരകരാഢ്യാഭുല്ലകൽഹാര സംസ്ഥ നിവസതു ഹൃദി ബാലാ നിത്യകല്യാണശീല. ജ്വാലാകരാളമത്യുഗ്രം നശേഷാസുരസൂദനം തൃശൂലം പാതുനോ ഭീതേർഭദ്രകാളീ നമോസ്തുതേ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ. ഓം നമശ്ചണ്ഡികായൈ നമോ. ഓം നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ഓം നമ ശിവായ നമ. ഓം നമ ശിവായ. ഓം നമ ശിവായ ശിവായൈ നമ. ഓം നമ ശിവായ. ഓം നമ ശിവായ. ശുഭം ശുഭം ഗുരു ഗുരു ശിവായ നമോ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ഓം നമോ നാരായണായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരി ഓം. ദ്വാദശ സ്കന്ധങ്ങളുള്ള ഭാഗവത്തിൽ തൃതീയ സ്കന്ധത്തിൻ്റെ അവസാന ഭാഗമാണ് കപിലാവതാരമായിട്ടും കപിലോപദേശമായിട്ടും നാം കൈകാര്യം ചെയ്തു പോകുന്നത്. രണ്ടാമത്തെ സ്കന്ധം ഒടുവിലത്തെ അധ്യായം 10-ാമത്തെ അധ്യായത്തിൽ തുടക്കം തന്നെ അത്ര സർഗോ വിസർഗശ്ച സ്ഥാനം പോഷണം ഉദയ മന്വന്തരം ഈശാനുകഥ നിരോധോ മുക്തി ആശ്രയ. 10 കൂട്ടം ലക്ഷണങ്ങളാണ് ഭാഗവത്തിലുള്ളത്. അതിൽ തൃതീയ സ്കന്ധത്തിൻ്റെ ലക്ഷണമായിട്ട് നാം കൽപ്പിക്കുന്നത് സർഗമാണ്. സർഗത്തെപ്പറ്റി ഇവിടെ പറയുന്നുണ്ട്. ഭൂത മാത്ര ഇന്ദ്രിയ ധിയാം ജന്മ സർഗ ഉദാഹൃത. അപ്പോൾ സർഗം എന്ന് പറയുന്നത് എന്ത് എന്ന് വ്യക്തമാക്കുന്നു. ഭൂത മാത്ര ഇന്ദ്രിയ ധിയാം ജന്മ. അപ്പോൾ എല്ലാ തരത്തിലും പഞ്ചഭൂതങ്ങളുണ്ടായതും അതിന് കാരണമായിട്ടുള്ള പഞ്ചതന്മാത്രകളും ഇതിൽ നിന്നെല്ലാം തന്നെ സംഭൂതമായ ഇന്ദ്രിയങ്ങൾ 5 ഇനത്തിൽപ്പെട്ട ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും ബുദ്ധിയും മനസ്സും. അപ്പോൾ ഇതെല്ലാം തന്നെ ഉൾപ്പെട്ട ആദ്യത്തെ സൃഷ്ടിയെപ്പറ്റിയാണ് സർഗം കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പോൾ ആ സർഗത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞ കൂട്ടത്തിലാണ് ഇവിടെ നമ്മൾ കപിലാവതാരവും അതിനു മുൻപ് ദശാവതാരങ്ങളിൽ നിന്ന് പ്രകീർത്തിക്കപ്പെടുന്ന വരാഹാവതാരവും നമ്മൾ കേട്ടത്. അപ്പോൾ വരാഹാവതാരം കപിലാവതാരം ഇങ്ങനെ 2 അവതാരങ്ങൾ. ഈ ശ്രേഷ്ഠമായിട്ടുള്ള അവതാരങ്ങളിൽ കപിലാവതാരത്തെ പരമഹംസ പദവി അലങ്കരിക്കുന്ന ഒരവതാര സ്വരൂപം എന്നുള്ള നിലയിൽ ഹംസവിശേഷം, അതാണ് വാസ്തവത്തിൽ കഴിഞ്ഞ പ്രസംഗത്തിൽ ഉടനീളം നമ്മൾ കൈകാര്യം ചെയ്ത ഹംസവിശേഷം. ഏതായാലും ഇവിടെയും വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ളൊരു സംഗതി, ഭൂതങ്ങൾ പഞ്ചഭൂതങ്ങൾ, അതിനടിസ്ഥാനമായിട്ടുള്ള പഞ്ചതന്മാത്രകൾ, അതിൽ നിന്നുണ്ടാകുന്ന പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും. അപ്പോൾ ഇതെല്ലാം തന്നെ കൂടിക്കലർന്ന ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്ന സർഗം, അതിൽ കടന്നുകൂടിയ 2 അവതാരങ്ങളിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു അവതാരത്തെ, പ്രത്യേകിച്ചും മോക്ഷപ്രാപ്തിക്ക് ഉതകുന്ന ഉപദേശങ്ങൾ നൽകുന്ന കപിലോപദേശം നൽകുന്ന കപില മുനി അഥവാ കപില അവതാരത്തെ, കപില വാസുദേവനെ വളരെ ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്ന ചില അധ്യായങ്ങളാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയം ജീവൻ എന്ന് പറയുന്ന
ദേവഹൂതി മുമുക്ഷു, മോക്ഷത്തിന് അർഹതയുള്ളവളാണ്, മോക്ഷപ്രാപ്തിക്ക് വേണ്ടി കൊതിക്കുന്നവളാണ്, മോക്ഷത്തിന് ഉതകുന്ന കാര്യങ്ങളെല്ലാം തന്നെ ചെയ്തിട്ടുള്ളവളുമാണ്. ദേവന് വേണ്ടി സകലതും ആഹൂതി ചെയ്യുക, ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ജീവിതത്തെ ഒഴിഞ്ഞു വയ്ക്കുക, അത്തരത്തിലുള്ളൊരു ജീവനെയാണ് അവിടെ വാസ്തവത്തിൽ ദേവഹൂതി പ്രതിനിധീകരിക്കുന്നത്. സ്വയംഭൂമനുവിൻ്റെയും ശതരൂപയുടെയും 5 മക്കളിൽ 3 പെൺമക്കൾ, ആ 3 പെൺമക്കളിൽ ശ്രേഷ്ഠമതി എന്ന് പറയാം. കർദമൻ എന്ന് പറയുന്ന മറ്റൊരു ജീവൻ്റെ ധർമ്മപത്നിയായിട്ട് ആ പദവി അലങ്കരിക്കാൻ തക്ക യോഗ്യതയുള്ള ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ജീവിക്കുന്ന മോക്ഷത്തിന് അർഹതയുള്ള മുമുക്ഷുവായിട്ടുള്ള അമ്മ ദേവഹൂതിക്ക് മകൻ കപിലവാസുദേവൻ എന്ന് പറയുന്ന അവതാര സ്വരൂപം ഉപദേശം കൊടുത്തുകൊണ്ട് മോക്ഷം ഏകുന്ന കപിലഗീത. അപ്പോൾ ഈ കപിലഗീത എന്ന് പറയുന്ന ജ്ഞാനപ്രതിപാദനം ഏതൊരു അറിവ് കൊണ്ടാണോ നമുക്ക് വാസ്തവത്തിൽ മോക്ഷം ഉണ്ടാകേണ്ടത്, അറിവിലൂടെ മാത്രമേ മോക്ഷമുള്ളൂ. അജ്ഞാനത്തിൽ കിടന്ന് തപ്പിത്തടഞ്ഞ് കാലം കഴിച്ചുകൂട്ടിയാൽ നമ്മൾ ബന്ധനസ്ഥരായിട്ട് ഇവിടെ കഴിഞ്ഞുകൂടുകയേ ഉള്ളൂ. മോക്ഷം നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജ്ഞാനികളായിട്ട് മാറണം, ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വന്നേ മതിയാവൂ. എന്ന് മാത്രമല്ല, ഞാൻ ഈശ്വരനാണെന്നുള്ള ബോധം വരണമെന്ന് അജ്ഞാനമെന്ന് പറയുന്നതിനെ ഭംഗിയായിട്ട് നിർവചിക്കുന്ന തമിഴ് കൃതി കൈവല്യനവതീതം പറയുന്നു. ബ്രഹ്മവാൻ തന്നെത്താനെ മറന്നത് അജ്ഞാനമാണെങ്കിൽ ആ അജ്ഞാനത്തിൽ നിന്ന് മുക്തി കിട്ടുമ്പോൾ തന്നെത്താൻ നമ്മളെല്ലാവരും തന്നെ ബ്രഹ്മമാണെന്നുള്ള അറിവിലേക്ക് എത്തുമ്പോൾ ആ അറിവാണ് മോക്ഷത്തിന് ഹേതു. ഇതാണ് നമ്മൾ തൃതീയ സ്കന്ധത്തിൽ ഉറപ്പിക്കേണ്ട പ്രധാന സംഗതി. ആ ദൃഢമാകേണ്ടതായിട്ടുള്ള അറിവ് ദൃഢമായില്ല എങ്കിൽ മാഹാത്മ്യം പറയുന്ന പോലെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് അദൃഢമായാൽ, അദൃഢം ച ഹതം ജ്ഞാനം എന്ന് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ ഇനി വരാൻ ഇരിക്കുന്ന ചതുർത്ഥ സ്കന്ധം മുതലുള്ള സകല സ്കന്ധങ്ങളും അതിലെ ആ കഥാഗോളങ്ങളുമെല്ലാം തന്നെ പഠിച്ച് നമ്മൾ ഭംഗിയായിട്ട് മനനം ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ജ്ഞാനമാണോ നമുക്ക് മോക്ഷഹേതുവായിട്ട് കിട്ടിയത് അത് നമുക്ക് ഉറപ്പിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ നേട്ടം കൈവരിക്കും. 7 ദിവസക്കാലം കൊണ്ട് ഈ നേട്ടമാണ് പരീക്ഷിത്ത് കൈവരിച്ചത്. ആ നേട്ടമാണ് ഭാഗവത്തിലൂടെ നമ്മളും കൈവരിക്കേണ്ടത്. അത് വിട്ട് യാതൊന്നുമില്ല. ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ഒന്നുകൂടി തൃതീയ സ്കന്ധത്തിലൂടെ ഒരു പര്യടനം ആവശ്യമാണ്. തൃതീയ സ്കന്ധത്തിൽ ഈ പറയുന്ന സർഗം എന്ന് പറയുന്ന ആദ്യ സൃഷ്ടി മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. അവാന്തര സൃഷ്ടി എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിനെ തുടർന്നുള്ള സൃഷ്ടിയും അവിടെ നമ്മൾ കണ്ടു. അത് ചതുർത്ഥ സ്കന്ധത്തിൽ വരേണ്ടതാണ് എന്ന് ഈ സ്കന്ധം പെർ സ്കന്ധം അല്ലെങ്കിൽ സ്കന്ധം വൈസ് നമ്മൾ ചിന്തിക്കുമ്പോൾ അത്തരത്തിൽ പറഞ്ഞു എന്ന് വരും. എങ്കിൽ തന്നെ തൃതീയ സ്കന്ധത്തിൽ സർഗവും വിസർഗവും കാണാം. ആ വിസർഗം എന്ന് പറയുന്ന രംഗത്താണല്ലോ ഈ മന്വന്തരം അല്ലെങ്കിൽ മനുവിൻ്റേതായിട്ടുള്ള വംശത്തെയും നമ്മൾ കാണുന്നുണ്ട്. ആദ്യത്തെ വംശം എന്തുമാകട്ടെ അവരുടെ മക്കൾ. അപ്പോൾ ഇത്തരത്തിലുള്ള കഥാഗോളങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൽപ്പെട്ട ഒരു ദേവഹൂതി അവൾ എങ്ങനെ മോക്ഷത്തെ പ്രാപിച്ചു, അല്ലെങ്കിൽ മോക്ഷം പ്രാപിക്കുന്നതിന് എങ്ങനെയായിരിക്കണം ഒരു ജീവൻ, തപിക്കുന്ന ജീവൻ, തപസ്സനുഷ്ഠിക്കുന്ന ജീവൻ, കർദമ പ്രജാപതിയെപ്പോലെ ശമതമങ്ങൾ ശീലിച്ച് ശരീരത്തെയെല്ലാം തന്നെ മെരുക്കി ഒരുക്കി നിയന്ത്രണ വിധേയമായിട്ടുള്ള ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും എല്ലാം തന്നെ ഉള്ളൊരു വ്യക്തിത്വമായി മാറിയാൽ, എല്ലാം ഈശ്വര അർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യുന്നൊരു കഥാപാത്രമായിട്ട് തീർന്നാൽ ഏതൊരു ജീവനാണോ ആ ശരീരം കൊണ്ട് പേറുന്നത് അത് വാസ്തവത്തിൽ മോക്ഷത്തിന് ഹേതുവായ രീതിയിലേക്ക് മാറും. അപ്പോൾ നിസ്സംശയ ഈ കാര്യങ്ങൾ പ്രതിപാദിക്കുന്ന രംഗങ്ങളാണ് തൃതീയ സ്കന്ധത്തിൽ. വളരെയേറെ കടന്നു ചിന്തിക്കേണ്ട വിഷയമാണ്. കാരണം വരാഹാവതാരത്തിന് ഹേതുവായത് ഭൂമിയെ കാണാനില്ല എന്ന് പറയുന്ന സന്ദർഭമാണ്. ഭൂമിയെ കാണാനില്ല. ഏതായാലും ഭൂമിയെ കാണാനില്ല എന്നുള്ള സന്ദർഭം അത് കേട്ട ഉടനെ തന്നെ അന്താളിച്ച അമ്പരന്ന് നിൽക്കുന്ന, പിന്നെ എന്ത് ചെയ്യും, എൻ്റെ സന്തതികളെല്ലാം തന്നെ പെരുകി വരുമ്പോൾ അവർക്ക് കിടക്കാൻ കിടപ്പണമില്ലാതെ വന്നാൽ എന്തായിരിക്കും നമ്മുടെ ഗതി എന്ന് ചിന്തിച്ചു പോയ സ്വയംഭൂമനുമാണ് അച്ഛൻ എന്ന് പറയുന്ന ബ്രഹ്മദേവനെ കണ്ട് സങ്കടം ഉണർത്തിച്ചതും ബ്രഹ്മദേവൻ ധ്യാനിച്ചതും. മൂക്കിൽ നിന്ന് പോത്രി അല്ലെങ്കിൽ ഈ പറഞ്ഞ വന്നിക്കുട്ടി യജ്ഞവരാഗ സ്വരൂപം പുറത്തേക്ക് എടുത്തിയാടിയതും നഷ്ടപ്പെട്ടു പോയ ഭൂമിയെ വീണ്ടെടുത്തതും. ഇതിൻ്റെ ആഹാരാംശങ്ങൾ, ഇതിൻ്റേതായിട്ടുള്ള ഗഹനമായിരിക്കുന്ന താല്പര്യം നമ്മളെ സന്ദർഭത്തിലെല്ലാം തന്നെ സൂചിപ്പിച്ചു. ഇന്നത്തെ വിഷയം അതല്ല. ഏതായാലും ആ സന്ദർഭത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളായിട്ട് വർത്തിക്കുന്നത് 4 കുട്ടികളാണ്. ആ കുട്ടികളെ നമ്മൾ സനൽകുമാരൻ, സനകാദികൾ എന്ന് പറയുന്ന 4 കുമാരന്മാരാണ്. 5 വയസ്സുള്ള ഈ കുട്ടികൾ എന്തേ അങ്ങോട്ടേക്ക് വരാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഏതൊരു വൈകുണ്ഠത്തിലേക്ക് കടന്നു ചെന്നാലാണോ പിന്നെ തിരിച്ചു വരേണ്ട ഗതികേടില്ലാത്തത് അങ്ങോട്ടേക്ക് കടക്കാൻ കൊതിച്ചുകൊണ്ട് വന്നവരാണ്. ഒന്നും കൂടി കടക്കണം,
ബ്രഹ്മദേവൻ എന്ന് പറയുന്ന ഭഗവാന്റെ നാഭീപത്മത്തിൽ ജനിച്ച രജോ ഗുണപ്രധാനി, ഇതെല്ലാം തന്നെ കൂട്ടി വായിക്കണം. ചുവപ്പ് എന്ന് പറയുന്ന സൃഷ്ടിയുടെ പ്രതീകമായിരിക്കുന്ന നിറത്തിൻ്റെ ഉടമയായ ത്രിഗുണങ്ങളിൽ ഒന്ന് ആ ബ്രഹ്മദേവൻ്റെ മനസ്സിൽ നിന്നുണ്ടായതുകൊണ്ട് രജോ ഗുണത്തിന് പ്രാധാന്യം വഹിക്കുന്ന 4 കുട്ടികൾ. എങ്കിലും അവർ സദാ ഹരിശരണം പ്രാപിച്ചതുകൊണ്ട് 5 വയസ്സ് മാറാതെ ഇങ്ങനെ കാത്തു സൂക്ഷിച്ചു. അതായത് ബ്രഹ്മസ്വരൂപികൾ. ബ്രഹ്മസ്വരൂപമാണ് കുമാരഭാവം. അത്തരത്തിൽ കുമാരന്മാരായിട്ടിരിക്കുന്ന ഇവർ 4 പേരും വൈകുണ്ഠത്തിലേക്ക് കടക്കാൻ അവർക്ക് പറ്റിയില്ല എന്ന്, അതാണ് ചിന്തിക്കേണ്ട ആദ്യത്തെ വിഷയം. എന്തുകൊണ്ട്? വൈകുണ്ഠം എന്ന് പറയുന്നത് സാത്വിക പ്രധാനമായിരിക്കുന്ന വിഷ്ണുവിൻ്റേതാണ്. അത് വിട്ടിട്ട് യദ്ഗത്വാന നിവർത്തന്തേ എന്നുള്ള നിർവചനപ്രകാരം അവിടെ ചെന്നാൽ പിന്നെ ഒരു തിരിച്ചുവരവില്ല എന്ന് പറയുമ്പോൾ അവിടെ ഗുണങ്ങൾക്ക് അതീതവുമാണ്. വെളുത്ത ഗുണമായാലും ചുവന്ന ഗുണമായാലും കറുത്ത ഗുണമായാലും അതിനതീതമായിട്ട് പോകുന്നൊരവസ്ഥയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് തിരിച്ചു വരേണ്ട ഗതികേട് വരാതിരിക്കൂ. അങ്ങനെ തിരിച്ചു വരേണ്ട ഗതികേടില്ലാത്ത, അല്ലെങ്കിൽ അത്തരത്തിൽ ഗതികെട്ടൊരവസ്ഥയിലേക്ക് പോകാത്ത അപുനർഭവം എന്ന് പറയുന്ന അവസ്ഥ, അതാണ് മോക്ഷം. അപ്പോൾ ഭാഗവതത്തിൻ്റെ തത്വചിന്ത വച്ചുകൊണ്ട് നോക്കുമ്പോൾ എവിടെ ചെന്നാലാണോ നമുക്ക് അവിടെ തന്നെ കഴിഞ്ഞുകൂടാൻ കഴിയുന്നത്, ആ സ്വധാമം നമ്മുടേതായിട്ടുള്ള വീട് അതാണ്. അവിടെ ചെന്നിട്ട് പിന്നെ തിരിച്ചു വരരുത്. അങ്ങോട്ടേക്കുള്ള പോക്കാണ് ഈ സനകാദികൾ ആഗ്രഹിച്ചതും അതിനു വേണ്ടിയിട്ടാണ് തുനിഞ്ഞതും പോയതും. പക്ഷെ അവിടെ ചെന്നപ്പോൾ അകത്തേക്ക് കടക്കാൻ പറ്റാത്ത രീതിയിലൊരു നിരോധം. കാവൽക്കാരായിട്ട് അവിടെ വർത്തിക്കുന്ന ഈ ജയവിജയന്മാർ 2 പേര് അവർ തടഞ്ഞു നിർത്തി എന്ന് പറയുമ്പോൾ അവരുടെ ഗതി കൂടി ഇപ്പോൾ ഒന്നിച്ച് ആലോചിക്കേണ്ടതുണ്ട്. സൈമിൾട്ടേനിയസ് ആയിട്ട് നമ്മൾ ചിന്തിക്കേണ്ട 2 വിഷയങ്ങളാണ്. വൈകുണ്ഠത്തിൻ്റെ അകത്തേക്ക് കടന്നാൽ അവർക്ക് ചൂരൽ കൂടും പിടിച്ചുകൊണ്ട് അവിടെ നിൽക്കേണ്ട ഗതികേട് വരില്ലായിരുന്നു. അകത്തേക്ക് കടന്നില്ല. അതുകൊണ്ടവർ വാസ്തവത്തിൽ ഈ പറയുന്ന പുറത്ത് നിൽക്കുന്നവരാണ്. യദ്ഗത്വാന നിവർത്തന്തേ എന്ന് പറയുന്ന വൈകുണ്ഠത്തിൻ്റെ അകത്തേക്ക് കടക്കാതെ പുറത്ത് നിൽക്കുന്ന 2 കൂട്ടര് അകത്തേക്ക് കടക്കാൻ വന്ന സനകാദികളെന്ന് പറയുന്ന 4 പേരെ തടഞ്ഞു നിർത്തിയപ്പോൾ അവർക്കും കടക്കാൻ പറ്റാതെ വന്നപ്പോൾ 2 പേരും അവിടെ ചെല്ലാതെ ഇങ്ങനെ പുറത്ത് നിന്നുകൊണ്ട് ഒരു പ്രത്യേക രീതിയിൽ തമ്മിൽ തല്ലി തലകേറി സനകാദികളാണെങ്കിൽ തിരിച്ചു പോന്നു ഈ പറയുന്ന അവരുടെ സങ്കേതത്തിലേക്ക്. വൈകുണ്ഠത്തിൽ കടക്കാൻ പറ്റാതെ, വൈകുണ്ഠത്തിലേക്ക് കടക്കാൻ സാധിക്കാതിരുന്ന ജയവിജയന്മാരാണെങ്കിൽ അവരും ഇങ്ങനെ ജനിക്കാൻ ഇടവന്നു, അല്ലെങ്കിൽ താഴത്തേക്ക് ഉരുണ്ടു വീണു, അധപ്പതിച്ചു. ഇത് ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയാണ്. അതിൽ നിന്നുള്ള മോചനമാണ് കപിലഗീതയിലൂടെ എങ്ങനെ നമുക്ക് അകത്തേക്ക് കടക്കാം. വൈകുണ്ഠം എന്ന് പറയുന്ന പദവിയിലേക്കും പദത്തിലേക്കും ആ സ്ഥലത്തേക്കും നമുക്ക് എങ്ങനെ കടക്കാം? അതിന് ജ്ഞാനമാർഗമല്ലാതെ, അതിനകത്ത് ഭക്തിയിലൂടെ കടന്നു വരുന്ന ജ്ഞാനത്തിലാണ്, കർമ്മത്തിലൂടെ നമ്മൾ കടന്നു വരേണ്ട ജ്ഞാനത്തിലാണ്. കർമ്മയോഗമായാലും ഭക്തിയോഗമായാലും ഇതര യോഗ സമ്പ്രദായങ്ങളായാലും അതിൻ്റെ അന്തിമമായിരിക്കുന്ന ലക്ഷ്യം ജ്ഞാനം മാത്രമാണ്. ജ്ഞാനമാണ് മോക്ഷത്തിന് ഹേതു, മറ്റൊന്നും തന്നെ നമ്മളെ സഹായിക്കുകയില്ല. അങ്ങനെയുള്ള ജ്ഞാനത്തിൻ്റെ സ്വരൂപമായിട്ടുള്ള കപിലവാസുദേവൻ ഇത്തരത്തിൽ ജ്ഞാനപ്രതിപാദനം നടത്തി മോക്ഷത്തിൻ്റെ സങ്കേതമായിരിക്കുന്ന തിരിച്ചുവരവില്ലാത്ത സങ്കേതത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലേക്ക് തൃതീയ സ്കന്ധം നമ്മെ എത്തിക്കുന്നുണ്ട്. അതിൻ്റെ ബൃഹത്തായിരിക്കുന്ന പ്രത്യേക കഥകളോട് കൂടിയിട്ടുള്ളൊരു വർണ്ണനമോ അല്ലെങ്കിൽ അത്തരത്തിൽ വിശദീകരണമോ നമുക്ക് പിന്നാലെ കിട്ടുന്നു. ചതുർത്ഥ സ്കന്ധത്തിലെ ഓരോരോ കഥാഗോളങ്ങൾ അപഗ്രഥിച്ചു പഠിച്ചു നമ്മൾ അങ്ങോട്ടേക്ക് കിടക്കുകയാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഈ 4 പേരെന്ന് പറയുന്ന രജോ ഗുണപ്രധാനിയായിട്ടുള്ള ബ്രഹ്മദേവൻ്റെ മാനസപുത്രന്മാരായിട്ട് രജോ ഗുണത്തിന് പ്രാധാന്യമുള്ള ആ 4 പേരും വാസ്തവത്തിൽ അകത്തേക്ക് കടക്കാൻ യോഗ്യതയില്ലാതെ വന്ന രജോ ഗുണമാണ് കാരണം. അപ്പോൾ ഏതൊരു രജോ ഗുണമാണോ രാക്ഷസീയമായ രാജകീയമായ ചുവന്ന ആ ഗുണം നമ്മൾ വാസ്തവത്തിൽ തരണം ചെയ്തെങ്കിൽ മാത്രമേ മോക്ഷമുള്ളൂ എന്നൊരു ധ്വനി. ഇനി അടുത്തത് കാവൽക്കാരായിട്ട് നിൽക്കുന്ന 2 ജയവിജയന്മാരെന്ന് പറയുന്ന കൂട്ടരും അവർ രജോ ഗുണമാണ് പ്രദർശിപ്പിച്ചത്, തടഞ്ഞു വയ്ക്കുക. അപ്പോൾ ആധ്യാത്മിക ദൃഷ്ടിയിൽ അകത്തേക്ക് കാണുന്ന ഭഗവാനെ ദർശിച്ച് അവിടെ കഴിഞ്ഞുകൂടാനായിട്ട് സ്വധാമത്തെ കണ്ടുപിടിച്ച് അവിടെ കഴിഞ്ഞുകൂടാനായിട്ട് ശ്രമിക്കുന്ന രജോ ഗുണ പ്രധാനികളായിട്ടുള്ള സനകാദികളെ തടഞ്ഞ് രജോ ഗുണ പ്രാധാന്യം വഹിക്കുന്ന ഒരു പ്രവൃത്തി ഈ ജയവിജയന്മാർ കാണിച്ചപ്പോൾ അവരും താഴത്തേക്ക് വീണു, ഗതി കിട്ടാതെ പോയി. ഇത് വാസ്തവത്തിൽ കണക്ട് ചെയ്യേണ്ടത് ഇപ്പോഴേ തന്നെ കണക്ട് ചെയ്ത് വയ്ക്കാം. അത് വാസ്തവത്തിൽ ഏകാദശസ്കന്ധത്തിലെ 13ാമത്തെ അധ്യായത്തിലെ ഹംസാവതാരത്തിലേക്കാണ്. അപ്പോൾ പരമഹംസന്മാരെ പറ്റി പ്രതിപാദിച്ച കഴിഞ്ഞ പ്രഭാഷണത്തിൽ പരമഹംസന്മാരെ പറ്റിയുള്ള പഠനമാണ് ത്രൂ ഔട്ട് ഈ പറയുന്ന ഭാഗവത്തിലുള്ളത് എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ സന്ദർഭത്തെ ഒന്നുകൂടി അരക്കിട്ടുറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹംസാവതാരം സാധിക്കുന്നത് വാസ്തവത്തിൽ ഈ പറയുന്ന സനകാദികളാണ്. ഈ 4 പേരും കൂടി ഒരിക്കൽ ചോദിച്ചു പോലും ബ്രഹ്മദേവനോട് ഗുണങ്ങൾ എങ്ങനെ ആക്രമിക്കുന്നു നമ്മളെ, മനസ്സിലും ബുദ്ധിയിലുമെല്ലാം തന്നെ ഗുണങ്ങൾ അതിക്രമിച്ച് കയറിയിട്ട് നമുക്ക് ഗതിയില്ലാത്തൊരവസ്ഥയിലേക്ക് എങ്ങനെ വരുന്നു.
ഈ പറയുന്ന ഗുണങ്ങൾ രാജസം സാത്വികം താമസം എന്ന് പറയുന്ന ത്രിഗുണങ്ങൾ അത് വിട്ട് എപ്പോൾ പോകുന്നു, എങ്ങനെ പോകുന്നു, ഈ ചോദ്യമാണ് അവർക്കുള്ളത്. ബ്രഹ്മാവിൻ്റെ പുത്രന്മാർ രജോഗുണപ്രധാനികളാണ് എങ്കിൽ കൂടി അവർക്കും ആധ്യാത്മിക ദൃഷ്ടിയിൽ ബ്രഹ്മഭാവത്തെ ആർജിക്കാൻ വേണ്ടിയിട്ട്, അഥവാ ആ ഈശ്വരപദപ്രാപ്തി അല്ലെങ്കിൽ വൈകുണ്ഠപദപ്രാപ്തിക്ക് വേണ്ടി അവർക്ക് ഈ ഗുണങ്ങളെല്ലാം തന്നെ ഇല്ലാതെയാകണമെന്നുള്ള ചിന്ത അവർക്കുള്ളത് കൊണ്ടാണ് ഈ ചോദ്യം ബ്രഹ്മദേവനോട് ചോദിച്ചത്. പക്ഷേ ബ്രഹ്മദേവൻ രജോഗുണപ്രധാനിയായതുകൊണ്ട് മറുപടി പറയാൻ സാധിക്കാതെ വിഷമിച്ചു എന്നും ധ്യാനിച്ചു നാരായണനെ. ചിന്തിക്കണം നമ്മൾ, ബ്രഹ്മദേവൻ എന്ന് പറഞ്ഞൊരു പ്രത്യേക കഥാപാത്രം, അതിനടിസ്ഥാനമായിരിക്കുന്ന വിഷ്ണു എന്ന് പറയുന്ന ഒരു കഥാപാത്രം നാരായണൻ, അങ്ങനെ വേറിട്ട് കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുമ്പോഴും ഭാഗവതത്തിന് ഒരു സമന്വയ ചിന്തയുണ്ട്. ഇതിനെയെല്ലാം തന്നെ യോജിപ്പിക്കുന്നൊരു പ്രത്യേകതയുണ്ട്. അപ്പോൾ ഏതൊരു വിഷ്ണുവാണോ നാരായണനാണോ, ഏതൊരു നാരായണൻ്റെ നാഭി പത്മത്തിലാണോ ഈ പറയുന്ന ബ്രഹ്മാവ് ജനിച്ചത്, അദ്ദേഹം ധ്യാനനിരതനാണ്, യോഗനിരതനാണ്, തപസ്വാധ്യായ നിരതനാണ്. അങ്ങനെയുള്ള ബ്രഹ്മദേവൻ ധ്യാനിച്ചപ്പോൾ വാസ്തവത്തിൽ ഇത്തരത്തിൽ ഹംസരൂപത്തിൽ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് ഒരു പ്രത്യേക കമ്പാരിസൺ, ഒരു പ്രത്യേക താരതമ്യ പഠനം ഇവിടെ ആവശ്യമാണ്. കാരണം സ്വയംഭവനു എന്ന് പറയുന്ന സന്തതി വന്ന് പരാതി ഇങ്ങനെ പറഞ്ഞപ്പോൾ ഭൂമിയെ കാണാനില്ല എന്നുള്ള സങ്കടം ഉണർത്തിച്ചപ്പോൾ ധ്യാനിച്ചപ്പോൾ അവിടെ വന്ന വരാഹമൂർത്തിയാണ്, പന്നിയുടെ വേഷം കെട്ടിയാണ് ഭഗവാൻ ഇറങ്ങിയത്. അതേ നാരായണൻ തന്നെ ഏകാശസ്കന്ധത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏതൊരു നാരായണനാണോ വാസ്തവത്തിൽ മറുപടി പറയാൻ യോഗ്യരായിട്ടുള്ളത്, ബ്രഹ്മദേവന് പറയാൻ പറ്റാത്ത, ത്രിഗുണങ്ങളെപ്പറ്റി പ്രതിപാദിക്കാൻ പറ്റാത്ത സ്ഥിതിവിശേഷം ആ സമയത്ത് മറുപടി പറയാൻ വേണ്ടി അവതരിക്കുന്ന ഹംസഭാവത്തിലാണ്. അപ്പോൾ നാരായണൻ തന്നെ വ്യത്യസ്ത ഭാവങ്ങളിൽ വരുന്നു എന്നുള്ള ചിന്തയും നമുക്ക് വേണം. നാരായണൻ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ ഈശ്വരൻ, ബ്രഹ്മം, രൂപമില്ലാത്ത അരൂപിയായ നിഷ്കളങ്കമായ അല്ലെങ്കിൽ നിഷ്കളമായ അല്ലെങ്കിൽ വാസ്തവത്തിൽ നിർഗുണമായിട്ടുള്ള അവസ്ഥയിലിരിക്കുന്ന ഈശ്വരൻ സഗുണനായിട്ട് മാറുന്നു എന്ന്. അങ്ങനെ സഗുണഭാവത്തിലേക്ക് വന്നപ്പോൾ പന്നിയുടെ വേഷം കെട്ടിയെങ്കിൽ ഇവിടെ ഈ സനകാദികൾ ആവശ്യപ്പെട്ടപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ വിഷമിച്ച ബ്രഹ്മദേവൻ അച്ഛനായിരിക്കുന്നത് പരമ്പൊരുള പരംപിതാവ് പരമാത്മാവ് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടപ്പോൾ ഉത്തരം പറയാൻ വേണ്ടി ഹംസഭാവത്തിൽ വന്നു എന്ന് പറഞ്ഞാൽ ആത്മഭാവത്തിൽ വന്നു എന്ന് തന്നെ. അതാണ് ഈ പരമഹംസ പദവി അലങ്കരിക്കുന്ന പരമഹംസന്മാരിൽ ശ്രേഷ്ഠമതിയായ കപിലവാസുദേവൻ്റെ കഥാഗോളത്തെ ചുരുക്കിയും അതിനെ ഏറ്റവും ദൃഢമാക്കിയുള്ള കഴിഞ്ഞ പ്രഭാഷണത്തിൽ സൂചിപ്പിച്ചത്. ഹംസം എന്ന് പറയുന്ന ഭാവത്തെ ആർജിച്ചു കഴിഞ്ഞാൽ നമ്മൾ മോക്ഷം എന്ന് പറയുന്നതിനെ പ്രാപിച്ചു കഴിഞ്ഞു. മോക്ഷം പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ വൈകുണ്ഠപദത്തെ പ്രാപിച്ചു കഴിഞ്ഞു. വൈകുണ്ഠപദത്തെ പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരേണ്ട ഗതികേടില്ലാത്തൊരവസ്ഥയെയും പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ യദ്ഗത്വാന് നിവർത്തന്തേ എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് എത്തിയെന്ന് മാത്രമല്ല, നമ്മളെല്ലാവരും തന്നെ ആത്മഭാവത്തിലേക്ക് എത്തിയെന്നും ത്രിഗുണാതീതമായിരിക്കുന്ന ഒരു തുരീയ ഭാവം, അതാണ് ആത്മഭാവം. ഗുണങ്ങളെല്ലാം തന്നെ അസ്തമിച്ചിട്ട് തിരോധാനം ചെയ്ത, ഗുണങ്ങൾക്കെല്ലാം തന്നെ അതീതമായിരിക്കുന്ന തുരീയ ഭാവത്തിലേക്ക് എത്തുന്നു എന്ന്, ഇതാണ് വിഷയം. അപ്പോൾ തൃതീയ സ്കന്ധത്തിൽ വരാഹാവതാരവും അതിനുശേഷമുള്ള കപിലാവതാരവും വായിക്കുമ്പോൾ മോക്ഷത്തിനാണ് മുൻതൂക്കം. ആ മോക്ഷം കിട്ടുന്നതിന് കൊതിച്ചവരാണ് വാസ്തവത്തിൽ സനകാദികൾ പോയത് ഈ പറയുന്ന വിഷ്ണുവിനെ കാണാനും ചോദ്യം ഉന്നയിക്കാനും വേണ്ടിയിട്ടായിരിക്കണം. ചോദ്യം ചോദിക്കാനായിട്ട് അവർ കടന്നു എങ്കിൽ അവർക്ക് അവിടെ നിന്ന് തിരികെ പോരേണ്ട ഗതികേട് വരില്ലായിരുന്നു. അകത്ത് കടന്നുകൂടി ഭഗവാനുമായിട്ട് സല്ലപിച്ചും സംവദിച്ചും അവിടെ തന്നെ ഇരുന്നു കൊണ്ട് മോക്ഷപ്രാപ്തി അടയേണ്ടതിന് പകരം അവർ തിരിച്ചു പോന്നു. കാരണം ഇടയ്ക്ക് വെച്ച് തടഞ്ഞു ജയവിജയന്മാർ. അവർ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയാൻ പറ്റാതെ വിഷമിച്ച ഈ ബ്രഹ്മദേവൻ്റെ മുൻപിൽ ഹംസരൂപത്തിൽ ഭഗവാൻ അവതരിച്ചു എന്ന് പറഞ്ഞാൽ ആത്മസ്വരൂപനായിട്ട് ഭഗവാൻ ദർശനം നൽകിയെന്നാണ്. ബ്രഹ്മദേവനോട് പറയുന്നു, നീ ആത്മസ്വരൂപനാണ്. നാരായണൻ എന്ന് പറയുന്ന ഞാനും ആത്മസ്വരൂപനാണ്. അല്ലയോ സനകാദികളെ, നിങ്ങൾ 4 പേര് ഹരി ഓം എന്നിങ്ങനെ പറഞ്ഞ് ജപിച്ചുകൊണ്ട് നടക്കുന്ന ഹരി ഓം സദാസമയം ഹരിശരണം പ്രാപിച്ചിട്ടുള്ള നിങ്ങളാരാ? ആത്മസ്വരൂപന്മാർ. അപ്പോൾ ഇവിടെ വാസ്തവത്തിൽ ഒരു അൺവെയിലിംഗ് മാത്രമേ ആവശ്യമുള്ളൂ, ഒരു അനാച്ഛാദന പ്രക്രിയ മാത്രമേ ആവശ്യമുള്ളൂ, ഒരു മൂടി തുറക്കേണ്ട ഗതികേട് മാത്രമേ നമുക്കുള്ളൂ. പക്ഷേ ആ മൂടി സ്വർണം കൊണ്ടുള്ള മൂടിയാണെന്ന് വേദം പറയുമ്പോൾ, ശ്രുതികൾ ഘോഷിക്കുമ്പോൾ ആ സ്വർണത്തിൻ്റെ മൂടി എന്ന് പറയുന്ന ശരീരത്തെ നമുക്ക് അഴിച്ചു മാറ്റേണ്ടി വരും. അത്തരത്തിലുള്ളൊരു അഴിച്ചുമാറ്റലാണ് ഇവിടെ നടക്കുന്നപ്പോൾ ആത്മാവിനെ നമുക്ക് ദർശിക്കാൻ കഴിയുമ്പോൾ ത്രിഗുണാതീതമായിരിക്കുന്ന അവസ്ഥയെ പ്രാപിക്കുന്നു. ഇതിൽ കഴിഞ്ഞൊന്നുമില്ല. ഏകദേശമൊക്കെ നിങ്ങൾക്ക് പിടുത്തം കിട്ടി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഏതായാലും തൃതീയ സ്കന്ധത്തിലെ സർഗലീകളിൽ വർണ്ണിക്കുന്ന ജയവിജയന്മാരെ കൊണ്ട് നമ്മളോട് പറയുന്നത്, നിങ്ങൾ വാതുക്കൽ എത്തി നോക്കി എന്നിട്ട് കാര്യമില്ല, നിങ്ങൾ അകത്തേക്ക് കിടക്കണം. അതുപോലെ സനകാദികളും വാസ്തവത്തിൽ ചോദ്യം ചോദിക്കാനോ എന്തിനോ, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് കണ്ടുമുട്ടിയതിന് ശേഷം തമ്മിൽ താതാത്മ്യം പ്രാപിക്കാനോ എന്തിനോ ഇങ്ങനെ ചെന്നിട്ടുള്ള അവർക്കും സാധിച്ചില്ല.
പക്ഷേ അവർക്ക് ഒടുവിൽ ഈ ബ്രഹ്മദേവൻ്റേതായുള്ള റിക്വസ്റ്റ് പ്രകാരം പ്രത്യക്ഷമായ ആത്മഭാവം, ഈശ്വരൻ്റെ ആത്മഭാവം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ ഏകാശസ്കന്ധത്തിൽ പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്ക് മോചനമായി എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും തന്നെ ധരിക്കേണ്ട, പറയുന്ന ഞാനും കേൾക്കുന്ന നിങ്ങളും എല്ലാം തന്നെ ആത്മസ്വരൂപന്മാരാണ് എന്ന് ധരിച്ചാൽ പോരാ, വെറുതെ ധരിച്ചാൽ പോരാ. ആ ധാരണ എന്ന് പറഞ്ഞ് ദൃഢമായിട്ടുള്ളൊരു ജ്ഞാനത്തിൻ്റെ ഭാവത്തിലേക്ക് കൊണ്ടുവന്ന് ആത്മാവല്ലാതെ മറ്റേ യാതൊന്നും ഇവിടെയില്ല എന്ന് പ്രഖ്യാപിക്കാൻ കഴിയണം. അതുകൊണ്ടാണ് ഭാഗവതം ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്ന ഈശാവാസ്യോപനിഷത്തിലെ പ്രധാനപ്പെട്ട മന്ത്രം 8ാമത്തെ സ്കന്ധത്തിൽ അത് ഇങ്ങനെ ആവിഷ്കരിക്കുമ്പോൾ പറയുന്നത് ആത്മാവാസ്യമിതം സർവം എന്നാണ്. ഈശാവാസ്യമിതം സർവം എന്നുള്ള ചെറിയ ഒരു തിരുത്തൽ വരുത്തിക്കൊണ്ട് ആത്മാവാസ്യമിതം സർവം എന്ന് ഭാഗവതം പറഞ്ഞതെന്ന് വ്യക്തമല്ലേ? നമ്മളെല്ലാവരും തന്നെ ആത്മസ്വരൂപന്മാരാണെന്ന് പറയുമ്പോൾ ശരീരം എടുത്തിട്ട് ആ രൂപഭാവങ്ങളും ഗുണങ്ങളുമെല്ലാം തന്നെ കൊണ്ടു നടക്കുന്നത് നമ്മൾ അതൊന്നും അല്ല എന്ന്. അപ്പോൾ മോക്ഷമെന്ന് ഭാഗവതം ഉദ്ദേശിക്കുന്നത് നമ്മൾ നിശ്ചയിക്കുന്ന പോലെ ഇവിടെ നിന്ന് നടന്ന് ഓടി നടന്ന് കടന്നുകൂടി എവിടെയോ ചെന്നാൽ കിട്ടുന്ന ഒന്ന് എന്നുള്ള മട്ടിൽ ചിന്തിച്ചാൽ ഭാഗവതത്തിൽ അബദ്ധം പണയും. അതൊന്നുമല്ല ഭാഗവത മോക്ഷം. നമ്മളെല്ലാവരും തന്നെ ഇരുന്നിടത്തിരുന്ന് സ്വസ്ഥമായി ഇരുന്ന് കുത്തിയിരുന്ന് ഏതൊരു ആത്മസ്വരൂപന്മാരാണോ നമ്മളെല്ലാവരും എന്നിങ്ങനെ അടിച്ചുറപ്പിച്ച് യച്ഛൃണ്ണൻ പ്രപടൻ വിചാരണപരോ എന്നുള്ള മട്ടിൽ ഭാഗവത കഥകളിലൂടെ കടന്ന് ആ ദൃഢമായിട്ടുള്ള അറിവുണ്ടാക്കിയെടുത്താൽ നമ്മൾ സ്വധാമത്തെ പ്രാപിച്ചു കഴിഞ്ഞു. സ്വധാമത്തെ പ്രാപിച്ചു കഴിഞ്ഞു പറഞ്ഞാൽ വൈകുണ്ഠപദപ്രാപ്തിയായി പിന്നെ പ്രത്യേകിച്ച് ഓടേണ്ടതും ചാടേണ്ടതുമില്ല. അതുപോലെ തന്നെ ഈ ആത്മസ്വരൂപന്മാരാണ് നമ്മൾ എന്ന് ഇങ്ങനെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പ്രത്യേകിച്ചൊരു മോക്ഷം? അത് സാധിക്കുന്ന പരീക്ഷത്തിനെ ഒടുവിലത്തെ 7ാമത്തെ പരമഹംസനായിട്ട് കണ്ടുകൊണ്ടാണ് ഭാഗവതം നമ്മെ നയിക്കുന്നത്, നമ്മളെ നിയന്ത്രിക്കുന്നത്. ഇത് ആമുഖമായിട്ട് നിങ്ങൾ ഉറപ്പിക്കുക. അപ്പോൾ തൃതീയ സ്കന്ധത്തിലെ ഈ ദൃഢമായിരിക്കുന്ന ജ്ഞാനം, ഈ അറിവ്, അതിനെ ദൃഢമാക്കാൻ വേണ്ടിയിട്ടാണ് ഇനി വരുന്ന കഥാകോളങ്ങളെല്ലാം. സർഗം എന്ന് പറയുന്ന ദശലക്ഷണങ്ങളിൽ ആദ്യത്തെ സൃഷ്ടി എന്ന് പറയുന്ന സർഗം ആ തൃതീയ സ്കന്ധത്തിൽ ഒതുക്കി എന്നുള്ള മട്ടിലൊന്നും ചിന്തിക്കരുത്. ഭാഗവത്തിലുടനീളം ഈ 10 ലക്ഷണങ്ങളെ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്നത് കാണാം. അപ്പോൾ അത്തരത്തിലുള്ള 2ാമത്തെ ലക്ഷണമായിരിക്കുന്ന വിസർഗം എന്ന് പറയുന്ന അവാന്തര സൃഷ്ടി, ഏതൊരു ബ്രഹ്മാവിൻ്റെ പദവി വരേക്കാണോ ആദ്യത്തെ സൃഷ്ടി വന്ന് നിൽക്കുന്നത്, പഞ്ചഭൂതങ്ങളുണ്ടായി എന്ന് നേരത്തെ പറഞ്ഞത്, അതിനടിസ്ഥാനമായിട്ടുള്ള പഞ്ചതന്മാത്രകളുണ്ടായതും തന്മാത്രകളിൽ നിന്ന് ഓരോരോ ഭൂതങ്ങളുണ്ടായതും ഇവയുടെ കൂടി കലർന്നുള്ള അവസ്ഥയിൽ ഈ പഞ്ചേന്ദ്രിയങ്ങൾ ജനിക്കുന്നതും കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും അതിൽ നിന്നുണ്ടായ എല്ലാം തന്നെ കൂടിക്കുഴഞ്ഞ് ബ്രഹ്മാണ്ടത്തെ അല്ലെങ്കിൽ ബ്രഹ്മാണ്ടത്തെയും പിണ്ടാണ്ടത്തെയും എല്ലാം തന്നെ സൃഷ്ടിക്കുന്നതും വരുമ്പോൾ ആദ്യത്തെ സൃഷ്ടിയായി. പിന്നെ അതിനെ തുടർന്ന് ബ്രഹ്മാവ് എന്തെല്ലാം കാര്യങ്ങളാണോ മൈഥുനാദി രീതികളിലൂടെയോ അല്ലെങ്കിൽ വീണ്ടും വീണ്ടും ജനിപ്പിച്ചും നടത്തിയത്, അതാണ് വിസർഗം. അപ്പോൾ നമ്മൾ വിസർഗത്തിലേക്ക് കിടക്കുകയാണ്, സർഗത്തിൽ നിന്ന്. പക്ഷേ സർഗത്തിൻ്റെ മഹിമ വാസ്തവത്തിൽ ഇവിടെ ഈ 2 അവതാരങ്ങളിലൂടെ വളരെ പ്രകടമാണ്. അതിൻ്റെ രഹസ്യം നമ്മൾ ചോർത്തിയെടുക്കാനുള്ള ഒരു മനസ്സുണ്ടാക്കണമെന്ന് മാത്രമേ ഉള്ളൂ. യച്ഛൃണ്ണൻ പ്രപടൻ വിചാരണപരോ ഭക്തിയാ വിമുച്യം നര. അപ്പോൾ മോചനം എന്ന് പറയുന്ന മോക്ഷത്തിന് ഹേതുവായിരിക്കുന്ന ശ്രവണവും അതിൻ്റേതായിട്ടുള്ള പഠനവും അതിൻ്റേതായിട്ടുള്ള നിധിധ്യാസനം അരക്കിട്ടുറപ്പിക്കലും നമ്മൾ നിർബന്ധമായിട്ടും അനുഷ്ഠിച്ചേ മതിയാവും. ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കാം. അപ്പോൾ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള ഈ തത്വം, അടിസ്ഥാനപരമായിട്ടുള്ള ഈ കാര്യം വിട്ട് മറ്റൊന്നും ചിന്തിക്കരുത്. അതുകൊണ്ടാണ് പ്രഥമസ്കന്ധത്തിൽ വളരെ ഭംഗിയായിട്ട് പറഞ്ഞു ആരാണ് ഈശ്വരൻ. വദന്തി തത്വം ജ്ഞാനം അദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ എന്ന് തന്നെ. വദന്തി തത്വം. അപ്പോൾ വളരെയേറെ തത്വം എന്ന് പറയുന്ന അതും നീയും എല്ലാം ഒന്ന് എന്ന് പറയുന്ന അദ്വൈതമായിരിക്കുന്ന ജ്ഞാനം, അതാണ് ഈശ്വരൻ. കേൾക്കുന്നവരും ഞാനുമെല്ലാം തന്നെ കേൾക്കുന്നവരും ഞാനുമായിട്ട് കഴിയുന്നവരേക്ക് ഇങ്ങനെ കുത്തിയിരുന്നാൽ മോക്ഷമില്ല എന്ന് ചുരുക്കം. 2ആയിട്ട് നിൽക്കുന്നിടത്തോളം കാലം ഇവിടെ ഗതിയില്ല എന്ന് ചുരുക്കം. അപ്പോൾ ഈ എല്ലാ തരത്തിലും പ്രപഞ്ചത്തിൽ കാണുന്ന നാനാ ചരാചരങ്ങളും ജീവജാലങ്ങളും എല്ലാം തന്നെ നമ്മൾ ഒന്ന് എന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് ഇവിടെ നടത്തുന്നത്. എഴുത്തച്ഛൻ ആദ്യം തന്നെ പാടിക്കഴിഞ്ഞു. കാരണം എഴുത്തച്ഛൻ കൂലങ്കഷമായിട്ട് ഭാഗവത്തെ ആദ്യം മുതൽ അവസാനം വരേക്ക് പഠിച്ച് യച്ഛൃണ്ണൻ പ്രപടൻ വിചാരണപരോ എന്നുള്ള രീതിയിൽ ശ്രേഷ്ഠമായിട്ടുള്ളൊരു മനസ്സും മസ്തിഷ്കവും വാർത്തെടുത്തിട്ട് എഴുതി തുടങ്ങിയ വാസ്തവത്തിൽ മലയാളത്തിലെ ആ ഭാഗവതം നിങ്ങൾ നോക്കുമ്പോൾ തന്നെ അത് വാസ്തവത്തിൽ ഭാഷാഗാനം എന്നെല്ലാം പറയുന്നത് അതിലാദ്യം തന്നെ ഈശ്വരൻ പ്രപഞ്ചവും ദേശികൻ താനും ഞാനും ഈശ്വരൻ്റെ കാരുണ്യത്തിൽ കേവലം ഒന്നായി കണ്ടേൻ അന്നേരം മായാമയമായുള്ള ബഹുത്വങ്ങളൊന്നുമേ കാണുവാനില്ല ഞാനൊഴിഞ്ഞൊരിടത്തു എന്നിങ്ങനെ പാടിക്കൊണ്ട് തുടർന്നു പോകുന്ന ഭാഗവത കഥകൾ തൃതീയ സ്കന്ധം വരേക്ക് വന്നു നിൽക്കുമ്പോൾ നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള ജ്ഞാനം
ആദ്യത്തെ ചില വരികളിലൂടെ അദ്ദേഹം നമുക്ക് ഇട്ടു തന്നു. ഇന്നിപ്പോൾ ഭാഗവതം കൊണ്ട് കിടക്കുന്നവരെന്നെ പോലുള്ളവരും അതുപോലെ ഭാഗവതം സത്രമായിട്ടും യജ്ഞമായിട്ടും ഒക്കെ കൈകാര്യം ചെയ്തുകൊണ്ട് കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്നവരും ഇതറിയുന്നില്ല എന്ന് മാത്രമല്ല അതിൻ്റെ അടുത്തുപോലും എത്തി നോക്കുന്നില്ല. ഇതാണ് കഷ്ടം. അപ്പോൾ എന്തുകൊണ്ട് ഭാഗവതം എന്ന് പറയുന്ന ഭാഗവതം, ശ്രീമദ് ഭാഗവതം പുരാണതിലകം, നമുക്ക് പുരാണങ്ങൾ അനവധി രചിച്ചു തന്നു വേദവ്യാസൻ, എങ്കിൽ കൂടി ഇതിലാണ് അദ്ദേഹം സന്തുഷ്ടനായത്. ഏതൊരു സംതൃപ്തി എന്ന് പറയുന്ന ആത്മതൃപ്തി, ഏതൊരവസ്ഥയിലാണ് നമ്മൾ മോക്ഷപദവി അലങ്കരിക്കുന്ന ആ തൃപ്തി, അത് അദ്ദേഹത്തിന് കിട്ടിയത് ഭാഗവതത്തിലൂടെയാണെന്ന് പറയുമ്പോൾ ഈ ഒടുവിലത്തെ പുരാണമെന്ന് പറയുന്ന ഭാഗവതം അത് നല്ല രീതിയിൽ നമ്മൾ കൈകാര്യം ചെയ്തേ മതിയാവും. അതിനു വേണ്ടിയിട്ട് തൃതീയ സ്കന്ധത്തെ നമ്മൾ ഉപയോഗിക്കണം. പ്രഥമ സ്കന്ധത്തിലെ കഥകളെല്ലാം തന്നെ കേട്ട് മെരുങ്ങി അല്ലെങ്കിൽ മനസ്സെല്ലാം തന്നെ ഇണങ്ങി വന്നിട്ടുള്ളൊരു സാധകൻ ദ്വിതീയ സ്കന്ധത്തിൽ സംക്ഷിപ്തമായിട്ട് സുഖബ്രഹ്മം പറഞ്ഞു കൊടുക്കുന്ന തത്വങ്ങളും അല്ലെങ്കിൽ കാര്യങ്ങളുമൊക്കെ മനസ്സിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് തൃതീയ സ്കന്ധത്തിലേക്ക് വരുമ്പോൾ വരാഹാവതാരത്തിലൂടെ ശരീരത്തെ നമ്മൾ പിടിച്ചിരുത്തുകയാണ്. ഒരു കാര്യവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഈ തൃതീയ സ്കന്ധത്തിലെ 19 22 ഏതായാലും മനുകർദ്ദമ സംവാദ പര്യന്തം എന്ന് പറയുമ്പോൾ അവിടം വരേക്ക് മാത്രമേ ആദ്യത്തെ ദിവസത്തെ പാരായണം വിധിച്ചിട്ടുള്ളൂ. അവിടെ വരുമ്പോഴേക്കും വരാഹ അവതാരം കഴിഞ്ഞിട്ട് അതിശ്രേഷ്ഠമായിട്ടുള്ളൊരു അവതാരത്തിന് നാന്ദി കുറിക്കുകയാണ്. മനു സ്വയംഭുവനോ കർദ്ദമ പ്രജാപതിയുമായിട്ട് സംസാരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ സ്ഥിതിക്കും എല്ലാ തരത്തിലും മോക്ഷത്തിനും വേണ്ടിയിട്ടൊരു കഥാപാത്രത്തെ അവതരിപ്പിച്ചേ മതിയാവൂ. ശരീരത്തെ ഒരുക്കിക്കഴിഞ്ഞു, ശരീരത്തെ പിടിച്ച് നിർത്തിക്കഴിഞ്ഞു, ശരീരത്തെ നിലയ്ക്ക് നിർത്തിക്കഴിഞ്ഞു, ശരീരത്തെ ഭ്രമണവീതിയിൽ അതിൻ്റെ വിഹിതമായിരിക്കുന്ന രീതിയിൽ സഞ്ചരിക്കാനുള്ള യോഗ്യത അത് നേടിക്കൊടുത്തു. ഇനി നമ്മൾ മോക്ഷത്തെപ്പറ്റി ചിന്തിക്കണം. അതിന് ഏകമാർഗമായിരിക്കുന്ന ജ്ഞാനപ്രതിപാദനം ആവശ്യമാണെന്ന് കണ്ടിട്ടാണ് ഈ സ്വയംഭുവനുവിൻ്റെ സന്തതികളിൽ ഉരുത്തി പിടിച്ചെടുത്തുകൊണ്ട് ആദ്യത്തെ കഥാഗോളം പിന്നാലെ വരികയുള്ളൂ. ചതുർത്ഥ സ്കന്ധത്തിൽ നമ്മൾ കാണുന്ന ദക്ഷയാഗത്തിൽ പ്രസൂതി, അല്ലെങ്കിൽ പിന്നാലെ നമ്മൾ ഓരോരോ കഥാപാത്രങ്ങളെ കാണുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായിരിക്കുന്നൊരു കഥാപാത്രത്തിൽ നമ്മൾ കാണുന്നത് ധ്രുവൻ്റെ കഥ വരുമ്പോൾ സുരുചി സുനീതിയൊക്കെ വരുന്നുണ്ടെങ്കിൽ കൂടി അവിടെ ഉത്താനപാദൻ എന്ന് പറയുന്ന ഒരു അവതാര സ്വരൂപം, അല്ലെങ്കിൽ ഈ പറയുന്ന 5 മക്കളുടെ ഒരുത്തൻ, അത് കഴിഞ്ഞ് പഞ്ചമസ്കന്ധത്തിലേക്ക് വരുമ്പോൾ പ്രിയവ്രതൻ, പഞ്ചമസ്കന്ധത്തിലെ പ്രിയവ്രതൻ, പിന്നെ ആകൂതി പ്രസൂതി എന്ന് പറയുന്ന 3 സ്ത്രീ സ്വരൂപങ്ങൾ, ആ കൂട്ടത്തിൽ ഉത്താനപാദൻ, ഇവരെ പറ്റിയുള്ള പ്രതിപാദനം എല്ലാം തന്നെ 5 പഞ്ചമസ്കന്ധത്തിൽ വരുമ്പോൾ തീരുകയാണ്. അവിടം വരേക്ക് എത്തുമ്പോൾ ഈ കഥാപാത്രങ്ങളെ എല്ലാം തന്നെ അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനി ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടക്കുമ്പോൾ ദക്ഷയാഗം എന്ന് പറയുന്ന കഥാഗോളമാണ് ആദ്യം. വളരെ പതുക്കെ ചിന്തിക്കേണ്ട, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതൊരു ജ്ഞാനമാണോ തൃതീയ സ്കന്ധത്തിലൂടെ അല്ലെങ്കിൽ കപിലോപദേശത്തിലൂടെ കപിലഗീതയിലൂടെ നമുക്ക് സമാർജിക്കാൻ കഴിഞ്ഞത്, അതിനെ സ്ഥിരമാക്കുക. നമുക്ക് പറ്റിയിരിക്കുന്നത് നമ്മൾ കേട്ടറിവിൻ്റെ ആൾക്കാരാണ്. കണ്ടറിവ് എന്ന് പറയുന്നത് വാസ്തവത്തിൽ ദൃഢമാക്കാത്ത രീതിയിൽ കൊണ്ടുപോകുന്നവരാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിവ് എന്ന് പറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ദൃഢമാക്കി മാറ്റിയേ മതിയാവൂ. നമുക്ക് വേദങ്ങളില്ലാഞ്ഞിട്ടല്ല, അറിവിൻ്റെ പാതകളായിട്ടുള്ള ഉപനിഷത്തുകളില്ലാഞ്ഞിട്ടല്ല, ബ്രഹ്മത്തെ ഈശ്വരനെ പറ്റി പ്രതിപാദിക്കുന്ന ബ്രഹ്മസൂത്രാദികളെല്ലാം തന്നെ നമുക്കില്ലാഞ്ഞിട്ടില്ല, ഇതെല്ലാം തന്നെ വായിക്കാഞ്ഞിട്ടില്ല, പഠിക്കാഞ്ഞിട്ടില്ല, പ്രസംഗം നടത്താഞ്ഞിട്ടില്ല. വളരെ വിശദമായിട്ട് വിശദീകരിച്ചാൽ വിശകലനം ചെയ്ത് മറ്റുള്ളവർക്ക് ഇട്ടുകൊടുക്കാഞ്ഞിട്ടില്ല. ഇതൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ എന്തുകൊണ്ട് പ്രായോഗികമായിട്ടുള്ളൊരു തലത്തിലേക്ക് നമുക്ക് വരാൻ കഴിയുന്നില്ല? അതിനുള്ള മറുപടിയാണ് നമ്മൾ സ്വശരീരം കൊണ്ട് സാധിച്ചു കൊടുത്ത് കാണിക്കേണ്ടത്. ശരീരം സാധനയ്ക്കുള്ള വിഗ്രഹം. അതാണ് ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. ശരീരം ആദ്യം ഖലു ധർമ്മസാധനം. അതിനെ നിലയ്ക്ക് നിർത്താൻ വേണ്ടിയിട്ട്, ഉരുണ്ട് വീഴാതിരിക്കാൻ വേണ്ടിയിട്ട്, വീണ്ടും അധപ്പതിച്ച് നരകത്തിലേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ട്, സ്വസ്ഥമാക്കാൻ വേണ്ടിയിട്ട് വരാഹാവതാരത്തിലൂടെ സംരക്ഷകനായിരിക്കുന്ന വരാഹമൂർത്തിയെ നമ്മൾ ധ്യാനിച്ചും ജപിച്ചും പഠിച്ചുമെല്ലാം തന്നെ കൈകാര്യം ചെയ്ത് ശരീരത്തെ ദൃഢമാക്കി നിർത്തിക്കഴിഞ്ഞാൽ ആ തപസ്സിലൂടെ നമുക്ക് ജ്ഞാനവും ദൃഢമാക്കി നിർത്താം. ആ തപസ്സാണ് വാസ്തവത്തിൽ ദേവഹൂതി കാണിക്കുന്നത്. ദേവഹൂതി മാത്രമല്ല, ഭർത്താവായിരിക്കുന്ന കർദ്ദമ പ്രജാപതിയും തപസ്സിൻ്റെ സാഫല്യവും അതിൻ്റെ മഹത്വവും വിളിച്ചോതുന്നില്ലേ? അപ്പോൾ എല്ലാ തരത്തിൽ ഈ കാര്യങ്ങളെല്ലാം തന്നെ അവതരിപ്പിക്കുന്ന കപിലവാസുദേവൻ സാക്ഷാൽ ഗുരു, പരമഹംസ പദവി അലങ്കരിക്കുന്ന യസ്മിൻ പാരമഹംസ്യം ഏകമവലം ജ്ഞാനം പരങ്കീയതേ എന്ന് പറയുന്നതിൽ ആദ്യത്തെ കണ്ണി. ഇനി പരമഹംസന്മാർ പടിപടിയായിട്ട് ഓരോരോ ശൃംഖല ചങ്ങലയെല്ലാം തന്നെ കോർത്തിണക്കിക്കൊണ്ട് കണ്ണികളായിട്ട് വീണ്ടും വരും. അങ്ങനെ വരുമ്പോഴെല്ലാം തന്നെ ആദ്യത്തെ കണ്ണി എന്ന് പറഞ്ഞ ഭാഗവത്തിൽ നമ്മൾ ആരാധിക്കുന്ന കപിലവാസുദേവനെയാണ്. പ്രകൃതിയെ അതിജീവിച്ചു വന്ന ഈശ്വരസ്വരൂപത്തെ കാണാൻ കഴിയണം. 9 ദുർഗാവിധാനങ്ങളെയോ കുമാരി വിഭാഗങ്ങളെയോ സ്ത്രീഭാഗങ്ങളെയോ അത്തരത്തിൽ 9 എന്ന് പറയുന്ന പ്രകൃതിയുടെ ആ ചിന്താ വിഷയങ്ങളെയോ ഇതിനെയെല്ലാം തന്നെ തരണം ചെയ്ത് പ്രാർത്ഥനാദി കാര്യങ്ങൾ, ശ്രവണം കീർത്തനാദി കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിച്ചുകൊണ്ട് അതിനതീതമായിട്ട് ആത്മസമർപ്പണം എന്ന് പറയുന്ന ദേവഹൂതിയുടെ പ്രവൃത്തി നടത്തിയപ്പോൾ
ആത്മസമർപ്പണത്തിന് വേറെ കഥാപാത്രം വരുന്നുണ്ട്. പക്ഷേ ഇവിടെ ആത്മസമർപ്പണത്തിന് മാതൃകയായിട്ട് നമ്മൾ കാണുന്ന ദേവഹൂതിയാണ്. ഏതൊരു വ്യക്തിയാണോ ഇത്തരത്തിൽ ആത്മസമർപ്പണത്തിലേക്ക് എത്തുന്നത്, അയാൾക്ക് അല്ലെങ്കിൽ അവൾക്ക് അല്ലെങ്കിൽ ആ ജീവന് ലഭ്യമാകുന്നു ഈശ്വരനെ എന്ന് പറഞ്ഞാൽ, ഈശ്വരനെ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ഈശ്വരൻ ഞാൻ തന്നെ എന്നുള്ള ബോധത്തിലേക്ക് എത്തുന്നു എന്ന് തന്നെ ഉറപ്പിച്ചിട്ട് നമുക്ക് നാലാമത്തിലേക്ക് എടുക്കാം. ഈശ്വരൻ താനാണ്, ഈശ്വരൻ ഞാനാണ്. ദേവഹൂതിക്ക് ബോധ്യം വന്നു. അത് തന്നെ കർദമ പ്രജാപതിക്കും ബോധ്യം വന്നു. തപസ്സിൽ ഇങ്ങനെ ആവൃതനായിട്ട് അല്ലെങ്കിൽ അത്തരത്തിൽ വ്യാപൃതനായിട്ട് അതിൽ തന്നെ കഴിഞ്ഞുകൂടിക്കൊണ്ട് ശരീരത്തെ ത്യജിക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയത്. കപിലവാസുദേവനായ ഉപദേശമെല്ലാം തന്നെ കഴിഞ്ഞ് വീണ്ടും തപസ്സിനാണ് പോകുന്നത്. അപ്പോൾ എല്ലാ തരത്തിലും തപസ് തന്നെയാണ് നമുക്ക് ആവശ്യമായ സംഗതി. തപസ്സിലൂടെയാണ് നേട്ടങ്ങൾ എന്ന് നമ്മളെ ദൃഢമായിട്ടും പഠിപ്പിക്കുന്ന ദ്വിതീയ സ്കന്ധമായാലും തൃതീയ സ്കന്ധമായാലും ആ സ്കന്ധങ്ങളിലൂടെ കടന്നു വരുന്ന ഈശ്വരാവതാര സന്ദർഭങ്ങളായാലും ഇത്തരത്തിലുള്ള അവതാര സ്വരൂപങ്ങളെ ദർശിക്കുമ്പോഴായാലും ഗുരുക്കന്മാരുടെ എല്ലാം തന്നെ പ്രാദുർഭാവമാരുടെ ഉപദേശവും ഇതെല്ലാം തന്നെ ശ്രമിച്ചുകൊണ്ട് നമുക്ക് നാലാമത്തെ സ്കന്ധത്തിലേക്ക് കടക്കാം. ആ നാലാമത്തെ സ്കന്ധം വിസർഗം. ആ വിസർഗത്തെപ്പറ്റി ഇവിടെ പറയുന്നൊന്ന് ശ്രദ്ധിക്കൂ. സർഗത്തെപ്പറ്റി പറഞ്ഞത് ഭൂത മാത്ര ഇന്ദ്രിയ ധിയം ജന്മ സർഗ ഉദാഹൃത. അത് കഴിഞ്ഞ് വിസർഗമെന്ന് പറയുമ്പോൾ അത് പ്രത്യേകിച്ചും ചതുർത്ഥ സ്കന്ധത്തിൻ്റെ ലക്ഷണം എന്നുള്ള മട്ടിൽ നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നു ബ്രഹ്മണോ ഗുണവൈഷമ്യാത് വിസർഗ പൗരുഷ സ്മൃത. ഈ ഗുണങ്ങൾ, ത്രിഗുണങ്ങൾ എന്ന് പറയുന്ന രാജസം, സാത്വികം, താമസം എന്ന് പറയുന്ന ത്രിഗുണങ്ങളുടെ വൈഷമ്യം, അതിൻ്റെ വിഷമസ്ഥിതി, പരസ്പരമുള്ള സംഘട്ടനം, സംഘർഷണ, ഏറ്റക്കുറച്ചിൽ, അതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ബ്രഹ്മാവിൽ നിന്നുണ്ടായ സൃഷ്ടിയെ നമ്മൾ ഈ പറയുന്ന വിസർഗമായിട്ട് പറയുന്നു എന്ന്. അപ്പോൾ വിസർഗം അവാന്തര സൃഷ്ടി എന്ന് പറയാൻ കാരണം അതാണ്. ഗുണങ്ങളെല്ലാം തന്നെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഗുണങ്ങൾ ക്ഷോഭിക്കും. ഗുണങ്ങൾ ക്ഷോഭിച്ചു കഴിഞ്ഞാൽ അതിലൂടെ ഉണ്ടാകുന്ന സംഘർഷത്തിൽ നിന്ന് സംജാതമാകുന്ന സൃഷ്ടിയുടെ വൈഭവം, അതാണ് വിസർഗം. രണ്ടുപേരായിട്ട് മാറുന്നു, പുരുഷനും സ്ത്രീയുമായിട്ട് മാറുന്നു ഒരേ ഒരു ബ്രഹ്മം. അപ്പോൾ ഈശ്വരൻ തന്നെ രണ്ടായിട്ട് തിരിയുമ്പോൾ അവിടെ സംഘർഷത്തിന് അല്ലെങ്കിൽ ഒരു പ്രത്യേക രീതിയിലുള്ള കൂട്ടി ഉരസലിന് ഇടവരുത്തുന്നു. ഗുണങ്ങളുടെ ഒരു പ്രത്യേക സംഘർഷമാണ്. ആ ഗുണങ്ങളെ കൊണ്ടാണ് വിഭജിക്കപ്പെട്ടത്, ഗുണങ്ങളെ കൊണ്ടാണ് വീണ്ടും വീണ്ടും ഈ സംഘർഷത്തിൽ കടന്നു വരുന്നത്. എന്നിട്ടുണ്ടാകുന്ന സൃഷ്ടിയുടെ കൂട്ടത്തിൽ നമ്മൾ ദേവഹൂതിയെ കണ്ടു എങ്കിൽ തന്നെ പിന്നാലെ നമ്മൾ കാണുകയാണ് ഓരോരോ കഥാപാത്രങ്ങളെ. അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട കഥാഗോളമായിട്ട് നമ്മൾ ദക്ഷയാഗം കഥയിലേക്ക് കടക്കുകയാണ്. ഈ ദക്ഷയാഗം കഥയിലേക്ക് കടക്കുമ്പോൾ പ്രധാനപ്പെട്ട വിഷയം നമ്മൾ ചിന്തിക്കാനുള്ളത് അത് ശിവൻ്റേതായുള്ള കഥയായിട്ട് നമുക്ക് തോന്നും. ശിവൻ്റേതായുള്ള കഥ എന്നുള്ള മട്ട് വിട്ടിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ധർമ്മപ്രകരണമായിട്ട് അതിനെ പഠിക്കണമെന്നാണ് ഭാഗവത മനീഷികൾ, ഭാഗവതത്തിൻ്റെ പൂർവികരായിട്ടുള്ള നമ്മുടെ ആചാര്യന്മാർ നമ്മെ പഠിപ്പിച്ചത്. ധർമ്മത്തിൻ്റെ പ്രകരണമാണ്. നേരത്തെ പറഞ്ഞു വച്ചതും നിർത്തിയതും നമ്മൾ കേട്ടതും ഈ ശരീരമാദ്യം ഖലു ധർമ്മസാധനമെന്നാണ്. അപ്പോൾ ശരീരത്തെ ധർമ്മത്തിൻ്റെ സാധനമായിട്ട് നമ്മൾ ഏർപ്പെടുന്ന സാധനയിൽ ധർമാനുഷ്ഠാനം അനിവാര്യമാണോ എന്ന് പ്രഖ്യാപിക്കുന്ന രീതിയിലൊരു കഥാഗോളം ദക്ഷയാഗം എന്നുള്ള രീതിയിലൊരു കഥാഗോളത്തെ ഇട്ട് തരികയാണ്. ഇനി വരുന്ന എല്ലാ ഭാഗങ്ങളും നമ്മൾ മോക്ഷത്തിനുതകുന്ന ജ്ഞാനം അതെങ്ങനെ ദൃഢമാക്കാം എന്നുള്ള രീതിയിൽ തന്നെ പഠിക്കണം. ഭാഗവത്തിന് ആ വിഷയമല്ലാതെ മറ്റു വിഷയങ്ങളൊന്നും വിട്ടുതരാനില്ല. മോക്ഷം 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 വിമുച്യം നര. അപ്പോൾ വിമോചനം എന്ന് പറയുന്ന മോചനമല്ലാതെ മറ്റു യാതൊന്നുമില്ല. നമ്മളിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും ഹൃദ്യമെന്ന് തോന്നുന്ന വളരെ സുഖകരമെന്ന് തോന്നുന്ന ഈ പ്രപഞ്ചത്തിൻ്റെ ഈ സംഗതികളെല്ലാം തന്നെ വിട്ടിട്ട് സുഖദുഃഖങ്ങളെല്ലാം തന്നെ നമുക്ക് വേണ്ട എന്നുള്ള മട്ടിൽ ആത്മഭാവത്തെ ആർജിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന എല്ലാ തരത്തിലും ത്രിഗുണാതീതമായിരിക്കുന്ന തുരിയ എന്ന് പറയുന്ന ബ്രഹ്മഭാവത്തിലേക്ക് എത്തുമ്പോൾ കിട്ടുന്ന മോക്ഷം തന്നെ മതിയെന്ന്. ശരീരത്തെ എങ്ങനെ നമുക്കില്ലാതെയാക്കാം? ശരീരത്തെ ഇല്ലാതെയാക്കുന്ന പ്രവൃത്തിയാണ് വാസ്തവത്തിൽ സാധന. ഹോമാദി കാര്യങ്ങളായാലും കർമ്മങ്ങളായാലും ഇത്തരത്തിലുള്ള വൈദിക കർമ്മങ്ങളായാലും എല്ലാം ശരീരബോധത്തെ ഇല്ലാതെയാക്കിക്കൊണ്ട് നമ്മൾ ആത്മഭാവത്തെ ആർജിക്കണം. ഈ ആത്മഭാവത്തെ ആർജിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് ദക്ഷയാഗത്തിൽ ആദ്യം വരുന്ന വാക്ക് തന്നെ യാഗം 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 എന്ന് തന്നെ. ദക്ഷപ്രജാപതി എന്ന് പറയുന്ന പ്രജാപതി ഇന്ന് കാണുന്ന സകല ജരാചരങ്ങൾക്കും ഉത്ഭവസ്ഥാനമായിട്ടോ അതിൻ്റെ സൃഷ്ടികർത്താവ് അല്ലെങ്കിൽ സൃഷ്ടിച്ച വ്യക്തിത്വമായിട്ടോ ഈ പ്രജാപതിയെ കാണാം. ദക്ഷപ്രജാപതി കർദമ പ്രജാപതിയെ പോലെ തന്നെ ഈ ദക്ഷപ്രജാപതി. പക്ഷേ ദക്ഷപ്രജാപതിയാണ് സകല ജീവജാലങ്ങൾക്കും ഉടമയായിട്ട് ആദ്യ സൃഷ്ടിയെല്ലാം തന്നെ അതിൻ്റെ പരമ്പരയെല്ലാം തന്നെ ചെയ്തു തീർത്തത് എന്നുള്ള മട്ടിൽ ആ ദക്ഷപ്രജാപതി വാസ്തവത്തിൽ യാഗം നടത്തുന്നു. അപ്പോൾ യാഗം ആർക്ക് എന്നുള്ള ചിന്ത കൂടി. യാഗം എന്ന് പറഞ്ഞാൽ ഓരോരോ ദേവന്മാരെ ഉദ്ദേശിച്ച് ആ ദേവന്മാരെ സ്വാധീനിച്ചുകൊണ്ട് അവരെ ആകർഷിച്ചുകൊണ്ട് അവരെ പ്രത്യേക രീതിയിൽ പൂജിച്ചു ആരാധിച്ചുകൊണ്ട് നേട്ടങ്ങൾ കൈവരിക്കാനുള്ളതാണ്. കുറേ അധികം
യാഗങ്ങളെല്ലാം തന്നെ ഇവിടെ നമ്മൾ പിന്നാലെയും കാണും. പല പല പേരിൽ യാഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടില്ലേ? പുത്രകാമേഷ്ടി യാഗമാണ്. അപ്പോൾ പുത്രകാമേഷ്ടി എന്ന് പറയുമ്പോൾ യാഗത്തിന് ലക്ഷ്യമുണ്ട് പുത്രനെ അല്ലെങ്കിൽ കുട്ടിയെ കാമിച്ചുകൊണ്ട്, സന്തതിയെ കാമിച്ചുകൊണ്ട്, ആഗ്രഹിച്ചുകൊണ്ടുള്ളതാണ് പുത്രകാമേഷ്ടി. ഭാഗവത്തിൽ വരുന്നുണ്ട്. അപ്പോൾ പുത്രകാമേഷ്ടി എന്ന് പറയുന്ന യാഗം അത് വാസ്തവത്തിൽ സഗുണമാണ്, സകാമമാണ്. അപ്പോൾ സഗുണമായിട്ട് സകാമമായിട്ട് യാഗം നടത്തുമ്പോൾ എന്താണ് അതിൻ്റെ പ്രതിഫലം? അതിൻ്റേതായിട്ടുള്ള പ്രതിഫലനം അല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ദോഷങ്ങളും ഗുണങ്ങളും ഒക്കെ നമ്മൾ പഠിക്കാനിരിക്കുന്നുണ്ട്. അപ്പോൾ യാഗങ്ങളെല്ലാം തന്നെ പ്രാപഞ്ചിക സുഖത്തിനും നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണ് എന്നുള്ള മട്ട്. പക്ഷേ ഈ യാഗമെല്ലാം തന്നെ യോഗത്തിലേക്ക് നയിക്കുന്നതാണെങ്കിലോ, യാഗമായാലും ചെറിയ അതിൻ്റെ പതിപ്പുകളായിട്ടുള്ള ഹോമാദികളായാലും പൂജാദികളായാലും അവിടെയെല്ലാം ഇതന്നമ്മ എന്ന് പറയുന്ന ഉദ്ദേശത്യാഗം എന്ന് പറയുന്ന പ്രവൃത്തിയിലൂടെ നമ്മൾ ആരും തന്നെ ഒന്നും ചെയ്യുന്നില്ല. കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനമെല്ലാം തന്നെ ത്യജിച്ചുകൊണ്ടിരിക്കുന്നൊരവസ്ഥ. ഞാനിത് ചെയ്യുന്നില്ല, ഞാനിതിൻ്റെ ഗുണങ്ങളൊന്നും ഭുജിക്കുന്നില്ല എന്നുള്ള മട്ടിൽ ഇരുന്നു കൊണ്ട് ചെയ്ത് തീർക്കുമ്പോൾ കിട്ടുന്ന ആ യോഗാവസ്ഥ. അപ്പോൾ യാഗമായാലും ഇതര കർമ്മങ്ങളായാലും നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഇത്തരത്തിൽ ഉദ്ദേശത്യാഗത്തോടുകൂടി ഞാൻ ചെയ്യുന്നില്ല, അതിൻ്റെ ഫലമൊന്നും എനിക്ക് അനുഭവിക്കേണ്ടതില്ല, അതെല്ലാം തന്നെ വിധിവിഹിതമായിട്ട് ഇങ്ങനെ നിർവഹിച്ചു പോകുന്നു എന്നുള്ള മട്ടിൽ നമ്മൾ അനാസക്തരായിട്ട്, നിസ്സംഗരായിട്ട്, അസംഗരായിട്ട്, യാതൊരു താല്പര്യവുമില്ലാതെ, അനുരക്തമല്ലാത്ത രീതിയിൽ വിരക്തന്മാരായിട്ട് ചെയ്യേണ്ടതിൻ്റെ രീതി, അതിൻ്റേത് ആവശ്യകത കൂടി ഇവിടെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകണമെന്ന് ചുരുക്കം. ദക്ഷപ്രജാപതി യാഗം നടത്തിയത് ശിവനെ വിളിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നും. ശിവസ്വരൂപം, രുദ്രസ്വരൂപം, കൈലാസാധിനാഥൻ അല്ലെങ്കിൽ അധിപതി അദ്ദേഹം മകളുടെ ഭർത്താവായിട്ട് തീർന്നു. കഥകൾ പരിശോധിക്കുമ്പോൾ പുരാണങ്ങളെല്ലാം തന്നെ ഘോഷിക്കുന്ന ദാക്ഷായിനി എന്ന് പറയുന്ന കഥാപാത്രം സതി എന്നുള്ള പേരിലും അറിയപ്പെടുന്ന ആ ദാക്ഷായിനിയുടെ ഉത്ഭവം തന്നെ ദക്ഷപ്രജാപതിയുടെ സന്തതിയായിട്ട് പരാശക്തി ജനിക്കാൻ കാരണം തന്നെ ഒറ്റയ്ക്കിരിക്കുന്ന കൈലാസനാഥന് ഒരു ഭാര്യയെ പ്രദാനം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പുരാണങ്ങളിലൂടെ സർവത്ര നമ്മൾ സഞ്ചരിച്ചിങ്ങനെ നടക്കുമ്പോൾ ബ്രഹ്മസ്വരൂപികളായിട്ടുള്ള ബ്രഹ്മ, വിഷ്ണു, രുദ്രന്മാർ പഞ്ചബ്രഹ്മങ്ങളെപ്പറ്റി പിന്നാലെ പറയുന്ന കൂട്ടത്തിൽ ഇതെല്ലാം തന്നെ വളരെയേറെ പ്രസ്താവ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ബ്രഹ്മം എന്ന്, ബ്രഹ്മാവ് എന്ന് പറയുന്ന സൃഷ്ടികർത്താവിനും സൃഷ്ടിക്കണമെങ്കിൽ ഒരു ഭാര്യ വേണം. വിഷ്ണുവിനാണെങ്കിലും ഈ പറഞ്ഞതിൽ വൈഷ്ണവി എന്നോ അല്ലെങ്കിൽ അതേ രീതിയിലൊരു ഭാര്യ വേണം, മഹാലക്ഷ്മി ആയിട്ടോ. ഇനി രുദ്രൻ എന്ന് പറയുന്ന കഥാപാത്രത്തിന് ത്രിമൂർത്തികളായിട്ട് പരിണമിച്ച മൂന്നാമത്തെ ഈ പറയുന്ന സംഹാരരുദ്രന്, അയാൾക്കും വേണം ഒരു ഏറ്റവും ശ്രേഷ്ഠമതിയായിട്ടുള്ളൊരു ഭാര്യാപദം അലങ്കരിക്കുന്ന സ്ത്രീരത്നം. എന്തേ കാരണം? ബ്രഹ്മം എന്ന് പറയുന്ന നിശ്ശേഷ്ടമായിട്ടുള്ള, യാതൊന്നും ചെയ്യാത്ത, അത്തരത്തിൽ താല്പര്യമില്ലാത്ത നിർഗുണഭാവത്തിലിരിക്കുന്ന ബ്രഹ്മത്തെ വാസ്തവത്തിൽ ഓരോരോ കർത്തൃത്വം, ഓരോരോ പ്രവൃത്തികൾ ചെയ്യുന്നെന്ന് ഇങ്ങനെ ആരോപിക്കുമ്പോൾ അവരല്ലാതെ ചെയ്യുന്നത് വാസ്തവത്തിൽ ദേവിയാണ്. പഞ്ചകൃത്യപരായണ എന്നുള്ള അവരുടെ നാമധേയത്തിൽ സഹസ്രനാമങ്ങളിലൂടെ കടന്നു വരുമ്പോൾ അമ്മയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് അന്വർത്ഥമാണ് പഞ്ചകൃത്യപരായണ. ബ്രഹ്മാവിൻ്റെ സൃഷ്ടിയും വിഷ്ണുവിൻ്റെ പരിപാലനം സ്ഥിതിയും അതുപോലെ രുദ്രൻ്റെ സംഹാരവും തിരോധാനം എന്ന് പറയുന്ന മഹേശ്വരൻ്റെയോ ഈശാനൻ അല്ലെങ്കിൽ ഈശ്വരൻ എന്ന് പറയുന്ന അഞ്ചാമത്തെ ബ്രഹ്മത്തിൻ്റെ സംഹാരം അനുഗ്രഹവും ഈ പഞ്ചകൃത്യങ്ങളെല്ലാം തന്നെ ചെയ്യുന്നത് അതിൽ പരായണയായിരിക്കുന്ന ഭഗവതിയാണ് എന്ന്. അങ്ങനെ വരുമ്പോൾ ഇവിടെ ബ്രഹ്മാവിന് ധർമ്മപത്നിയായിട്ടൊരു മഹാസരസ്വതിയെ കൊടുത്തു. സൃഷ്ടികർമ്മങ്ങളെല്ലാം തന്നെ നല്ല രീതിയിൽ ചെയ്യാനുള്ള താങ്ങും തള്ളുമായിട്ടൊരു പട്ടമഹിഷിയെ കിട്ടിയിരിക്കുന്ന ബ്രഹ്മാവിനെ പോലെ തന്നെ വിഷ്ണുവിനും മഹാലക്ഷ്മി രൂപത്തിൽ ഒരു സ്ത്രീയെ കിട്ടി, അഥവാ ഭാര്യയെ കിട്ടി. അങ്ങനെ സ്ഥിതി എന്ന് പറയുന്നതും ഭംഗിയായിട്ട് നടക്കുന്നു. പക്ഷേ രുദ്രൻ എന്ന് പറയുന്ന ത്രിമൂർത്തികളിൽ മൂന്നാമത്തേത് കൈലാസത്തിൽ ചെന്നിരിക്കുന്ന അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഒരു പത്നിയുടെ ആവശ്യകതയുണ്ട്, ഇല്ലെങ്കിൽ എങ്ങനെ സംഹാരം നടക്കും? ഈ ചിന്തയാണ് ദക്ഷനെ അലട്ടിയത്. ദക്ഷൻ വാസ്തവത്തിൽ ആദ്യത്തിൽ നിന്ന് ഘടകവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് പിന്നാലെ. ഇതെല്ലാം ചിന്തിക്കേണ്ട വിഷയങ്ങളാണ്. പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന് നമ്മളെല്ലാവരും ആദ്യത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പിന്നാലെ പ്രവർത്തിക്കാൻ എന്തേ കാരണം? ആ സ്വാഭാവികമായിട്ടും പ്രപഞ്ചത്തിൽ ജനിച്ച നമ്മുടെ ഒരു സ്വഭാവമാണ്. സ്ഥിരമായിട്ടൊരു ഭാവത്തിലിരിക്കില്ല, മാറി മറിഞ്ഞും വരും. അതേ രീതിയിൽ ദക്ഷപ്രജാപതി പ്രാർത്ഥിച്ചു ആദിപരാശക്തിയെ. എന്നിട്ട് ഏറ്റവും ശ്രേഷ്ഠമതിയായിട്ടുള്ളൊരു ദേവീ സ്വരൂപത്തെ ഇങ്ങനെ വാങ്ങിയെടുത്തു. അവളാണ് സതി, അവളാണ് ദാക്ഷായനി, അവളാണ് ഈ പറയുന്ന കൈലാസനാഥൻ്റെ ധർമ്മപത്നി. രസകരമായിരിക്കുന്ന ഈ സതിയുടെ ഉത്ഭവം പുരാണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നത്, സതി എന്ന് പറയുന്ന വാക്ക് തന്നെ സത്തായിരിക്കുന്ന ഈശ്വരനെ ചൊല്ലി അമിതമായിരിക്കുന്ന ഭക്തിയും പ്രേമവും അദമ്യമായിരിക്കുന്ന ആ സ്നേഹവും എല്ലാം തന്നെ വച്ചു പുലർത്തുന്നവളാണ് സതി. ഈശ്വരനെ വിട്ടിട്ട് മറ്റാരെയും കാക്ഷിക്കാത്ത അത്തരത്തിലൊരു മാനസിക സ്ഥിതിയുള്ള വ്യക്തിയെയാണ് നമ്മൾ സതി എന്ന് പറയുക.
ശരീരത്തെ തീയിലേക്ക് എടുത്ത് ചാടിയോ അല്ലെങ്കിൽ എടുത്ത് അങ്ങനെ ദഹിപ്പിക്കുന്ന ആ ക്രുദ്ധവും ക്രൂരവുമായിട്ടുള്ള പ്രവൃത്തിയോടുകൂടി സതി വന്നു എന്ന് ചിന്തിക്കരുത്. സതി എന്ന് പറയുന്ന പിന്നാലെ ആ പേരെല്ലാം തന്നെ കൊടുത്തുകൊണ്ട് വൃത്തികെട്ട ഒരു സമ്പ്രദായത്തിൻ്റെ പേരായിട്ട് മാറിയപ്പോൾ അതൊന്നുമല്ല സതി. സതി എന്ന് പറഞ്ഞ സത്തായിരിക്കുന്ന ഈശ്വരൻ. ഇവിടെ സത്യസന്ധമായിട്ട് ഈശ്വരനെ അന്വേഷിക്കുന്ന വ്യക്തികൾ ഏതൊന്നിനെയാണ് ആശ്രയിക്കേണ്ടത്? സത്തായിട്ടുള്ള ഈശ്വരനെ മാത്രം. രുക്മിണി സ്വയംവരം വരുമ്പോൾ കാണാം, രുക്മിണി മറ്റാരെയും കാക്ഷിച്ചില്ല, ശിശുപാലനെയും വേണ്ട, ആരെയും വേണ്ട. അതിന് പകരമായിട്ട് ദ്വാരകാനാഥനായിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണനെ മതി എന്ന് പറയുമ്പോൾ സത്യനെ മാത്രം മതിയെന്ന്. അങ്ങനെ അസത്യനെ വേണ്ട, സത്യനെ മതി എന്ന് ചിന്തിക്കുന്ന ആ ഈശ്വരീ സ്വരൂപമാണ് സതി. അതൊന്ന്. ദക്ഷൻ്റെ പുത്രിയായതുകൊണ്ട് ദാക്ഷായിനി എന്നുകൂടി പേരിട്ടു. അസിക്നി എന്ന് പറയുന്ന ഭാര്യ, അല്ലെങ്കിൽ പ്രസൂതി എന്ന് പറയുന്ന ഭാര്യ, പല രീതിയിൽ പല പേരുകൾ, വീരണി എന്ന് പറയുന്ന രീതിയിലും കേൾക്കും. അപ്പോൾ ഇത്തരത്തിൽ ഭാര്യാപദം അലങ്കരിക്കുന്ന ദക്ഷൻ്റെ പ്രജാപതി, ദക്ഷപ്രജാപതിയുടെ ഭാര്യയിൽ ഇങ്ങനെ ജനിച്ചു എന്ന് പറയുന്ന കുട്ടി, ജനിച്ചു എന്നൊരിടത്ത് പറയുമ്പോൾ ജനിച്ചതല്ല കിട്ടിയതാണ് എന്ന് വേറൊരു തരത്തിലും പുരാണം കാണാം. അതുകൊണ്ട് ഹൈന്ദവ പുരാണങ്ങൾ, നമ്മുടെ പുരാണങ്ങളെല്ലാം തന്നെ വായിച്ചു പഠിക്കുമ്പോൾ നല്ലൊരു മനസ്ഥിതിയില്ല എങ്കിൽ പരസ്പരം വിരോധത്തിൽ വർത്തിക്കുന്ന വൈരുദ്ധ്യാത്മകമായിരിക്കുന്ന കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ അമ്പരന്ന് പോകരുത്. അപ്പോൾ ഒരിടത്ത് നമ്മൾ കാണുന്നത് ഈ അസിക്നിയായാലും അല്ലെങ്കിൽ പ്രസൂതിയായാലും പ്രസവിച്ചവളാണ്, ദക്ഷപ്രജാപതിയുടെ ഭാര്യ പ്രസവിച്ചതാണ് ഈ സതി എന്ന് പറയുന്നത് ദാക്ഷായിനി എന്ന് കാണും. ആ സതിയുടെ ഏതായിട്ടുള്ള ബാല്യകാലഘട്ടം ഇതെല്ലാം തന്നെ വർണ്ണിക്കുന്ന പുരാണങ്ങളുണ്ട്. വേറൊരിടത്ത് നമ്മൾ കാണുന്ന അത്തരത്തിലല്ല. ഈ സതി എന്ന് പറയുന്ന ദാക്ഷായിനി ജനിച്ചത് ഒരു ശങ്കിൻ്റെ രൂപത്തിലാണോ എന്ന്, ആരും പ്രസവിച്ചതല്ല പോലും, അയോനിജ എന്നുള്ള മട്ടിലാണ്. അപ്പോൾ അമ്മയുടെ ഗർഭപാത്രത്തിലൂടെ കടന്നു വരാതെ കാളിന്നി എന്ന് പറയുന്ന നദിയിൽ അവിടെ ഇങ്ങനെ വിടർന്നു നിൽക്കുന്ന താമരപ്പൂക്കളുടെ ഇടയിൽ ഒരു ഇലയിലിങ്ങനെ കിടക്കുന്ന സുന്ദരമായിട്ടുള്ള വെളുത്ത ഒരു ഈ പറയുന്ന ശംഖ് കണ്ടപ്പോൾ അത് കയ്യിൽ എന്തിയ ദക്ഷപ്രജാപതി കയ്യിലേക്ക് ആ ശംഖ് എടുക്കേണ്ട താമസം അതൊരു പെൺകുട്ടിയായിട്ട് മാറിയെന്നും അതാണ് ദാക്ഷായിനി എന്നും സ്കന്ദപുരാണാന്തർഗതമായിട്ടുള്ള സതിയുടെ ജന്മം. ശിവപുരാണാന്തർഗതമായിട്ടുള്ള സതിയുടെ ജന്മമാണ് നൊന്ത് പ്രസവിച്ചു എന്നുള്ള രീതിയിൽ എന്തുമാകട്ടെ, ഈ ദാക്ഷായിനി സതി എന്നെല്ലാം അപരനാമധേയത്താൽ അറിയപ്പെടുന്ന ദക്ഷൻ്റെ പുത്രിയെ ഈ ത്രിഗുണങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന ത്രിഗുണങ്ങൾ കൊണ്ട് ത്രിമൂർത്തികളായിട്ട് സംഭവിച്ച അല്ലെങ്കിൽ മാറിയ ഏറ്റവും മൂന്നാമത്തെ സംഹാര രുദ്രൻ എന്ന് പറയുന്ന ശിവനെ അല്ലെങ്കിൽ രുദ്രനെ ഭാര്യാപദം അലങ്കരിച്ചു, വേളി കഴിച്ചു കൊടുത്തു. കൈലാസത്തിൽ ഭാര്യാഭർത്തക്കന്മാരായിട്ട് വസിക്കുന്ന ഈ രുദ്രനും രുദ്രാണിയും അല്ലെങ്കിൽ രുദ്രനും ഈ പറയുന്ന സതിയും അല്ലെങ്കിൽ ദാക്ഷായിനിയും അങ്ങനെ ഇരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ ദക്ഷപ്രജാപതി കടന്നു വന്ന ഒരു യജ്ഞവേദിയിൽ മാനിച്ചില്ല, എഴുന്നേറ്റ് നിന്നില്ല, ആദരിച്ചില്ല. ഈ പറയുന്ന ശിവപെരുമാൾ നമ്മൾ ഈ പറയുന്ന വർണ്ണിക്കുന്ന ഈ കൈലാസനാഥൻ എൻ്റെ മരുമകനല്ലേ, എൻ്റെ മകളുടെ ഭർത്താവല്ലേ, ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മാനച്ഛൻ ആയതുകൊണ്ട് എന്നെ മാനിക്കണ്ടേ എന്നുള്ള ചിന്ത, അത്തരത്തിലുള്ളൊരു ഈഗോ, അത്തരത്തിലുള്ളൊരു ഗർവ്, അത്തരത്തിലുള്ളൊരു കോംപ്ലക്സ് ഇത് വർദ്ധിക്കുന്ന ഈ പറയുന്ന ദക്ഷപ്രജാപതി ഇത്തരത്തിൽ പ്രവർത്തിച്ച അദ്ദേഹത്തോട് കുപിതനായി ശാപം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതെല്ലാം ദക്ഷകഥയിൽ കാണാം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ശാപമെന്ന് പറയുമ്പോൾ ദക്ഷപ്രജാപതിയുടെ ശാപവും തുടർന്ന് നന്ദികേശ്വരൻ്റെ ശാപവും എല്ലാം തന്നെ എല്ലാ തരത്തിലും ശാപത്തിൻ്റെ ഒരു കൂത്തരങ്ങായിട്ട് മാറി. ഈ ശാപമെല്ലാം തന്നെ കഴിഞ്ഞിട്ട് പ്രജാപതിക്ക് പക വീട്ടാൻ വേണ്ടിയിട്ട് ഒരു തോന്നൽ, അത് തികച്ചും മാനുഷികമായിട്ടുള്ള പകപോക്കലാണ്. ഏതൊരു ദക്ഷപ്രജാപതിയാണോ പ്രജകളുടെ പതിയായിട്ടിരിക്കുന്നത് അയാൾ പ്രജാപതി ആയിരിക്കുന്നിടത്തോളം കാലം പ്രാപഞ്ചികനായിരിക്കുന്നിടത്തോളം കാലം അയാളെ അലട്ടുന്ന ഈ പ്രപഞ്ചത്തിലെ വികാരങ്ങളാണ്. അയാൾ ഒരിക്കലും മാനുഷികമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് ദൈവികമായിട്ടുള്ള ചിന്തയിലേക്ക് വരില്ല. എത്രമാത്രം പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞാലും സാക്ഷാൽ ജഗദീശ്വരി തന്നെ അവതരിച്ചതാണ് തൻ്റെ മകളെന്ന് പറഞ്ഞാലും അത്തരത്തിൽ മാറ്റമൊന്നും വരാത്തൊരു കഥാപാത്രമായിട്ട് വീണ്ടും ദക്ഷൻ അവശേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ അതിശയിക്കാനുമില്ല. അതൊക്കെ സ്വാഭാവികമാണ്. അങ്ങനെയുള്ള ദക്ഷപ്രജാപതിക്ക് കോപമുണ്ടായതിൻ്റെ ഫലമായിട്ട് ദക്ഷപ്രജാപതി യാഗം നടത്തുന്നു, അതിൽ ശിവനെ വിളിക്കുന്നില്ല എന്ന്. ഇതാണ് കഥയുടെ പ്രധാനപ്പെട്ട താല്പര്യം. നമ്മൾ ചിന്തിക്കേണ്ടത് ഇതിനു മുമ്പ് തൃതീയ സ്കന്ധത്തിൽ ഏതൊരു കഥാപാത്രത്തെയാണോ കർദമനായിട്ടും ദേവഹൂതിയായിട്ടും ഒക്കെ നമ്മൾ കണ്ടത്, ഈശ്വരന് വേണ്ടി എല്ലാം സമർപ്പിക്കുന്ന രീതിയിൽ കണ്ടത്, ആ ഈശ്വരനാണ് ശിവൻ. ശിവൻ്റെ പര്യായപദമാണല്ലോ ഈശ്വര. അപ്പോൾ ഈശ്വര എന്ന് പറയുന്ന ശബ്ദം തന്നെ അത് അർഹിക്കുന്നത് ഈ പറയുന്ന ശിവപെരുമാളാണ്. ഈ പറയുന്ന ത്രിഗുണങ്ങളെ കൊണ്ട് സംജാതരായ ത്രിമൂർത്തികളായാലും എല്ലാവർക്കും തുല്യ പദവി നൽകുമ്പോൾ എല്ലാവരും വാസ്തവത്തിൽ മാനനീയരാണ്. അവരെ എല്ലാവരും നമ്മൾ ബഹുമാനിക്കേണ്ടതാണ്. ഏതൊരു യജ്ഞം നടത്തുമ്പോഴും യാഗം നടത്തുമ്പോഴും കർമാദികൾ നിർവഹിക്കുമ്പോഴും ഇവരുടെ സാന്നിധ്യം അനിവാര്യമാണ്. ആ ഈശ്വരനായിരിക്കുന്ന സാക്ഷാൽ കൈലാസനാഥനെ വിളിച്ചില്ല. നോക്കൂ മനുഷ്യൻ്റെ ചിന്താഗതി. ഈശ്വരനെ വിളിച്ചു വരുത്താതെ, ആസനം നൽകാതെ,
അർഘ്യമ്പാദ്യം ആസനം എന്ന് പറയുന്ന എല്ലാ തരത്തിലും ഉപചാരങ്ങൾ അർപ്പിക്കാതെ ആ ഈശ്വര സാന്നിധ്യത്തിലല്ലാതെ യാതൊരു കർമ്മവും ചെയ്യരുത് എന്ന് ഭാഗവതം. അത് ശക്തമായിട്ടുള്ള നിർദ്ദേശമാണ്. ഈശ്വര സാന്നിധ്യത്തിലായിരിക്കണമെല്ലാം. അപ്പോൾ ഈ നാരായണായ സമർപ്പയാമി എന്നെല്ലാം തന്നെ പറയണമെങ്കിൽ നാരായണനെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചെയ്യുന്നതും കേൾക്കുന്നതും പറയുന്നതും എന്ന് വേണ്ട എല്ലാം തന്നെ നാരായണനാൽ അനുജ്ഞ കിട്ടിയത് കൊണ്ടും അനുഗ്രഹം ഉണ്ടായത് കൊണ്ടും എന്നുള്ള മട്ടിലേക്ക് ഞാനല്ല ചെയ്യുന്നത്, ഇതെല്ലാം തന്നെ ഈശ്വരകൽപിതമായിട്ട് ഈശ്വരൻ ചെയ്യിക്കുന്നു എന്നുള്ള മട്ടിൽ കർത്തൃത്വ ഭോക്തൃത്വ അഭിമാനമില്ലാതെ ശ്രീരാമകൃഷ്ണൻ സർ പറയുന്ന പോലെ അല്ലയോ ഈശ്വരി നീയാണ് യന്ത്രി ഞാൻ പറയും യന്ത്രം എന്നുള്ള മട്ടിൽ അത്തരത്തിൽ നിർവഹിക്കണമെന്ന് ദേവഹൂതിയും കർത്തവ പ്രജാപതിയും പഠിപ്പിച്ചത് അത് അടുത്ത ഈ സ്കന്ധത്തിലേക്ക് വന്നപ്പോഴേക്കും തെറ്റിച്ച് പ്രവർത്തിക്കുന്ന അതിൽ നിന്ന് വ്യതിചലിച്ചു പോകുന്നൊരു ദക്ഷനെ കാണുകയാണ്. ശ്രേഷ്ഠനാണ് ദക്ഷൻ, ബ്രഹ്മാവിൻ്റെ സന്തതി കൂടിയാണ്. അപ്പം ബ്രഹ്മാവിൻ്റെ സന്തതി പരമ്പരയിൽപ്പെട്ട ശ്രേഷ്ഠനായിരിക്കുന്ന ദക്ഷപ്രജാപതി ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. പ്രത്യേകിച്ച് ദക്ഷൻ്റെ പുത്രി എന്നുള്ള മട്ടിൽ ദാക്ഷായനിയെ വാർത്തെടുത്തത് ധ്യാനത്തിലൂടെയും യോഗത്തിലൂടെയുമാണ്. ഈശ്വരിയെയും ഈശ്വരനെയും പ്രാർത്ഥിച്ചുകൊണ്ടൊരു പുത്രിയെ സമ്പാദിച്ചത് ഈശ്വരന് കൊടുത്തിട്ട് മൂന്നാമത്തെ രുദ്രനെ പ്രദാനം ചെയ്തിട്ടിരിക്കുന്ന അദ്ദേഹത്തിൽ ഇങ്ങനെയൊരു മാനസികാവസ്ഥ വരാൻ പാടില്ലായിരുന്നു. പക്ഷേ എന്തുകൊണ്ടോ ഈ ശിവനെ വിളിക്കാതെ ഒരു യാഗം നടത്തുന്നു, കോലാഹലങ്ങൾ കാട്ടിക്കൂട്ടുന്നു. എല്ലാ ദേവന്മാരും അവിടെയുണ്ട്, പക്ഷേ ഒരാൾ മാത്രമില്ല, സാക്ഷാൽ ഈശ്വരൻ അല്ലെങ്കിൽ രുദ്രൻ മാത്രമില്ല എന്ന് കണ്ടിട്ട് എന്തെന്നില്ലാത്തൊരു പ്രയാസം ഉണ്ടായത് രുദ്രാണി എന്ന് പറയുന്ന സതിക്കാണ്, ദാക്ഷായനിക്കാണ്. ശിവനെ വിളിക്കാത്തതുകൊണ്ട് ശിവൻ പോയില്ല എങ്കിൽ തന്നെ പലരും ഇങ്ങനെ പറഞ്ഞു കേട്ടു, നാരദരും ഇങ്ങനെ പ്രതിപാദിക്കുന്ന കേട്ടു, എല്ലാ തരത്തിലും കേട്ട് അറിഞ്ഞ സതി എന്ന് പറയുന്ന ദാക്ഷായനിക്ക് അച്ഛൻ്റെ യാഗം കാണണമെന്നുള്ളൊരാഗ്രഹം ഉദിക്കുകയും അമ്മയെ കാണാം, സഹോദരിമാരെ കാണാം, എല്ലാവരെയും കാണാം എന്നുള്ള ചിന്തയോടുകൂടി പ്രാപഞ്ചികമായിട്ടുള്ളൊരു ത്വര, അത്തരത്തിലുള്ള ഏഷണയെ നമ്മൾ പറയും ലോകേഷണ. അപ്പോൾ അത്തരത്തിലുള്ള ലോകേഷണ ഇവളിൽ കടന്നുകൂടിയിട്ട് ഭഗവാനോട് പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ എന്തിനാ പോകുന്നത്? അച്ഛനെ കാണണം, യാഗം കാണണം, കോലാഹലം കാണണം, ഉത്സവം കാണണം, അമ്മയെ കാണണം, പെങ്ങന്മാരെ കാണണം, ഇങ്ങനെയുള്ള കാഴ്ചകളെല്ലാം തന്നെ കണ്ട് ആസ്വദിക്കണം എന്നുള്ള രീതിയിൽ ഒരു കാര്യവും കൂടി ഇപ്പോൾ ചിന്തിച്ചിട്ട് വേണം മുന്നോട്ട് പോകാൻ. ഈശ്വരൻ കൂടെ ഇരിക്കുമ്പോൾ ഈശ്വരനെ വിട്ടിട്ട് ലോകേഷണ സ്വാധീനിച്ചിട്ട് പ്രവർത്തിപ്പിക്കുന്ന രംഗം ഈശ്വരൻ കൂടെയുണ്ട്. ഏതൊരു രുദ്രൻ്റെ ഇടത്തെ തുടയിലാണോ ഈ രുദ്രാണി എന്ന് പറയുന്ന സതി ഇരിക്കുന്നത്, അത് വിട്ടു അവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ് ഈ ഓടുന്നത്. അപ്പോൾ ഈശ്വരൻ്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഈശ്വര സാന്നിധ്യം മനസ്സിലാക്കാതെ അതിൽ നിന്ന് വിട്ടകന്ന് പ്രാപഞ്ചികതയിലേക്ക് പോകുന്നൊരു കഥാപാത്രമായിട്ട് കൂടി ഈ പറയുന്ന സതിയെ കാണണം. ലോകേഷണ ഭരിക്കുന്നു. അത്തരത്തിൽ ലോകേഷണയ്ക്ക് വിധേയയായിട്ടുള്ള ഈ സതി അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന കോലാഹലമോ, അവിടെയും ശിവനില്ല. അപ്പോൾ രുദ്രനെ വിളിക്കാതെ അദ്ദേഹത്തിന് ആസനം കൽപ്പിക്കാതെ സ്ഥാനം കൽപ്പിക്കാതെ നടത്തുന്ന ആ യാഗകോലാഹലങ്ങൾ കണ്ടിട്ട് അച്ഛനെ നിശ്ചിതമായിട്ട് വിമർശിക്കുകയാണ് ഈ മകൾ. ഈശ്വരനെ വിട്ടിട്ട് ഈശ്വരന് സ്ഥാനം കൽപ്പിക്കാതെ എന്ത് യാഗമാണ് അച്ഛാ അങ്ങ് നടത്തുന്നത് എന്നെല്ലാം തന്നെ അവർ ചോദിച്ചപ്പോൾ കുപിതനായിട്ടുള്ള ദക്ഷൻ മകളാണെന്നുള്ള ആ സ്ഥിതി പോലും മറന്നിട്ട് പറയുന്ന വാക്കുകളാണ് അങ്ങേയറ്റം നിന്ദ്യം. ഇതും പ്രാപഞ്ചികൻ്റെ ലക്ഷണമാണ്. നമ്മൾ ലൗകികരായിട്ടിരിക്കുന്നിടത്തോളം കാലം ലൗകികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിർവഹിക്കുമ്പോഴും നമ്മൾ വാസ്തവത്തിൽ പ്രാപഞ്ചികത നമ്മളിലേക്ക് കടന്നുകൂടിയിട്ട് നമ്മൾ അലൗകികമായിരിക്കുന്ന സ്ഥിതിവിശേഷത്തെ മറന്നുപോകും. ആധ്യാത്മിക ചിന്ത നമ്മൾ ജപിക്കുന്നുണ്ട്, തപിക്കുന്നുണ്ട്, ഹോമങ്ങൾ നടത്തുന്നുണ്ട് എങ്കിലും നമ്മളിൽ നൈസർഗികമായി ജനിച്ചപ്പോൾ കൂടെ കൊണ്ടുവന്നിട്ടുള്ള സംസ്കാരം ചിലപ്പോൾ ഇങ്ങനെ തലപോക്കും. ആൽഡസ് ഹക്സ്ലി ഒരു ലേഖനത്തിൽ പറഞ്ഞത് സംടൈംസ് ദ ബീസ്റ്റ് ഇൻ യു വിൽ കം ഔട്ട്. അപ്പോൾ നിങ്ങളിലുള്ള ഈ പറയുന്ന അനിമൽ ബീസ്റ്റ്, നിങ്ങളിലുള്ള ഈ ജന്തു ചില സമയത്ത് ഇങ്ങനെ തലപൊക്കുമെന്നാണ്. അപ്പോൾ തലപൊക്കുന്ന ഈ ജന്തുവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കിയിട്ട് വേണം ജീവിക്കാൻ. കാരണം എന്താ? പരിണമിച്ചുണ്ടായതാണ്. മൃഗങ്ങളിൽ നമ്മൾ പരിണമിച്ചുണ്ടായ മനുഷ്യൻ ചിന്തിക്കണം, നമ്മളിൽ അവശേഷിച്ച് കിടക്കുന്ന ഒരവസ്ഥ ഈ മൃഗത്തിൻ്റേതായിട്ടുണ്ട് എന്ന്. ഇക്കഴിഞ്ഞ ബക്രീദ് എന്ന് പറയുന്ന ആ ഇസ്ലാമിക സുഹൃത്തുക്കളുടെ ആഘോഷത്തിൽ പോലും അടങ്ങിയിരിക്കുന്ന തത്വം ഇതാണ്. ബക്കരി എന്ന് പറഞ്ഞ ആടെന്ന് പറയുന്ന മൃഗീയത, ബീസ്റ്റാലിറ്റി. അങ്ങ് ബീസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ ഉള്ളിൽ ജന്മനാ തന്നെ സിദ്ധമായിരിക്കുന്ന മൃഗീയത, അതിനെ അറുത്തുമുറിക്കുക എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ ആടിനെ നിരപരാധിയായിട്ടുള്ള ആടിനെ കൊന്നുവെന്നോ മകന് പകരമായിട്ട് ആടിനെ കൊല്ലാൻ ദൈവം നിർദ്ദേശിച്ചു എന്നോ ഉള്ള കഥ വിശ്വസിക്കാൻ പറ്റില്ല. അതിന് വിരുദ്ധമായിട്ട് നമ്മൾ ചിന്തിക്കേണ്ട, അതിനെതിരായിട്ട് ചിന്തിക്കേണ്ടത് അല്ലയോ ഇബ്രാഹിം അല്ലെങ്കിൽ എബ്രഹാം, നീ വാസ്തവത്തിൽ ഈ മക്കളെയും ഇവരെയും ഒന്നും കൊല്ലേണ്ടതില്ല, നിങ്ങൾ കൊല്ലേണ്ടത് നിൻ്റെ ഉള്ളിലുള്ള മൃഗീയതയാണ് എന്ന്. ഇന്ന് എത്ര പേര് ഈ മതവും പറഞ്ഞുകൊണ്ട് നടക്കുന്നവരും ആധ്യാത്മികത പ്രസംഗിക്കുന്നവരും എത്ര പേര് വാസ്തവത്തിൽ മൃഗീയത എന്ന് പറയുന്ന ദുഷ്ടമായിരിക്കുന്ന ഒരവസ്ഥയ്ക്ക് അതിനെ കൊല്ലുന്നു എന്ന് ചോദിച്ചാൽ ആരും കൊല്ലുന്നില്ല, അതിനെയാണ് വളർത്തിയെടുക്കുന്നത്.
തന്നിലുള്ള അവരവരിലുള്ള മൃഗീയത അത് ഇല്ലാതെയായാൽ നമുക്ക് മാനുഷികത, ആ മാനുഷികതയെ വളർത്തിക്കൊണ്ട് ആധ്യാത്മികത, അതിലൂടെ ഡിവിനിറ്റി അതുണ്ടാക്കിയെടുക്കാനാണ് റിലീജിയൻ. റിലീജിയൻ ഈസ് ദ മാനിഫെസ്റ്റേഷൻ ഓഫ് ഡിവിനിറ്റി ആൾറെഡി ഇൻ മാൻ എന്ന് സ്വാമി വിവേകാനന്ദൻ. അപ്പോൾ എല്ലാ തരത്തിലും നമ്മളിലുള്ള ഡിവിനിറ്റി, നമ്മൾ വളർന്ന് പരിണമിച്ചുണ്ടായ ഒരു സ്ഥിതിവിശേഷം ഉള്ളതുകൊണ്ട് നമ്മളിൽ ഒളിച്ചു കിടക്കുന്ന മൃഗീയതയെ ഇല്ലാതെയാക്കുക, അതാണ് വാസ്തവത്തിൽ ഈ ബക്കരി ആട്. അപ്പോൾ ഇത്തരത്തിൽ ബക്കരീദിൻ്റേതായിട്ടുള്ള ചിന്തകളെല്ലാം തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെയും വാസ്തവത്തിൽ നമ്മളിലുള്ള മൃഗീയത, നമ്മൾ എത്രമാത്രം വളർന്നാലും നമ്മളിലുള്ള ജന്മസിദ്ധമായിരിക്കുന്ന ലൗകികമായിരിക്കുന്ന ചിന്താഗതികൾ നമ്മളെ അലട്ടും, പലപ്പോഴും തലപൊക്കി വരും. എനിക്കൊരു അനുഭവമുള്ളത് തന്ത്രമുഖനായിട്ടുള്ളൊരു വ്യക്തിയുടെ മകൻ തന്നെയാണ്. അദ്ദേഹത്തെ ഓവർകം ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്തുകൊണ്ട് വണ്ടി മുന്നോട്ട് പോയപ്പോൾ അദ്ദേഹം സഞ്ചരിച്ചിരുന്ന വണ്ടിയിലിരുന്നു കൊണ്ട് പുറത്തേക്ക് ഉച്ചത്തിൽ പറഞ്ഞ പച്ചത്തെറിയാണ്. ഈ പച്ചത്തെറിയെല്ലാം തന്നെ പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിച്ചത് എന്താ? ശാന്തിയായിട്ട് പൂജ പഠിച്ചു, പലതും ചെയ്തു, പല കാര്യങ്ങളും നിർവഹിച്ചു, തന്ത്രിയായിട്ടെല്ലാം തന്നെ ഇരിക്കുന്നുണ്ട്, അനവധി ആധ്യാത്മിക കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടി അയാളിൽ ഒളിച്ചു കിടക്കുന്ന, പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കുന്ന, അവക്ഷിപ്തമായിട്ട് അവശേഷിച്ച് കിടക്കുന്ന ആ ലൗകികമായിട്ടുള്ള ചിന്ത അത് ഇങ്ങനെ തലപോക്കുമ്പോൾ എന്താ പറയുന്നത്, എന്താ പ്രവർത്തിക്കുന്നത് പറയാനും പറ്റില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെയും കാണാം. ലൗകികരായിരിക്കുന്ന ഒരു ദക്ഷപ്രജാപതി എത്രമാത്രം തപസ്സനുഷ്ഠിച്ച് തൻ്റെ പുത്രിയായിട്ട് ഈശ്വരിയെ തന്നെ വാസ്തവത്തിൽ അവതരിപ്പിച്ചെടുത്താൽ പോലും അയാളിൽ മാറ്റം വരുന്നില്ല. അയാളുടെ ലൗകികമായിരിക്കുന്ന പ്രാപഞ്ചികമായിട്ടുള്ള സംഗതികൾ വിട്ടുപോകുന്നില്ല. ക്രുദ്ധമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈശ്വരനെ നിഷിക്കുന്നത്. കൈലാസനാഥനായിരിക്കുന്ന ഈശ്വരനെ നിഷേധിച്ചും കൊണ്ട് പറയുന്ന വാക്കുകളെല്ലാം തന്നെ കേൾക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ചെവി പൊത്തിപ്പിടിച്ചുകൊണ്ടാണ് സതീദേവി ആ യജ്ഞശാലയുടെ മുമ്പിൽ ഇരിക്കുന്നത്. നോക്കൂ, വളരെയേറെ അപഹാസ്യമായിട്ടുള്ള രീതിയിൽ മനുഷ്യൻ അധപ്പതിക്കുന്നതിൻ്റെ രംഗം ദക്ഷനായതുകൊണ്ടാണ്. നമ്മൾ ആരും തന്നെ ദക്ഷനാകരുത് എന്നുള്ളൊരു ഉപദേശമാണ് ഇതിലൂടെ. ദക്ഷപ്രജാപതിയുടെ മറ്റൊരു യാഗം നടത്തിയിട്ട് യാതൊരു ഫലവുമില്ല എന്നുകൂടി. ഈശ്വരോന്മുഖമായിട്ടുള്ള മനസ്സില്ലാത്തവൻ യാഗം നടത്തിയിട്ടും കർമ്മം നടത്തിയിട്ടും യാതൊരു ഫലവുമില്ല എന്ന്. നമ്മൾ ദൈനംദിന ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാം തന്നെ ഇത്തരത്തിൽ ഈശ്വരാർപ്പണ ബുദ്ധിയോടുകൂടി ചെയ്യണം. അതുകൊണ്ടല്ലേ ഹിന്ദു ഒരു കുളത്തിൽ കുളിക്കാനിറങ്ങിയാൽ സപ്തസാഗരങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് മുങ്ങുന്നതും പഞ്ചാക്ഷരം ജപിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ഭസ്മധാരണം നടത്തുന്നതും. ഇതെല്ലാം കഴിഞ്ഞ് ആഹാരം കഴിക്കുമ്പോഴും നമ്മൾ ഈ അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനം ദേഹമാശ്രിത എന്ന് ഭഗവാൻ പറഞ്ഞത് ഉള്ളിൽ തട്ടി ഉണർത്തിക്കൊണ്ട് തന്നെയാണ് ഞാനല്ല ആഹാരം കഴിക്കുന്ന, എന്നിലുള്ള ഈശ്വരനാണ് എന്നുള്ള മട്ടിലല്ലേ. അപ്പോൾ എല്ലാ തരത്തിലും വിപുലമായിട്ടുള്ളൊരു ചിന്താഗതി അല്ലെങ്കിൽ ആധ്യാത്മികമായിട്ടുള്ളൊരു നഭസ്, ഒരു പ്രത്യേക ആകാശതലം ഉണ്ടായിരിക്കണം. ഇത് ദക്ഷപ്രജാപതിക്ക് ഇല്ലാതെ പോയി. അങ്ങനെയുള്ള ദക്ഷപ്രജാപതിയുടെ യാഗം, അതിൽ വന്ന കേട്, അതുകൊണ്ടുണ്ടായ എല്ലാ ദോഷങ്ങളും ചിത്രീകരിക്കുന്നത് ധർമ്മപ്രകരണം എന്ന് പറയുന്ന ദക്ഷയാഗം കഥയിലൂടെയാണ്. 7 അധ്യായങ്ങളാണ് ചതുർത്ഥ സ്കന്ധത്തിൽ നാം കാണുന്നത്. അത് വിസർഗലീലകളുടെ തുടക്കമാണ്. ധർമ്മം അനിവാര്യമാണ്. ധർമ്മത്തിലാണ് ജനിക്കുന്നത്. ധർമ്മം നമ്മൾ ധരിച്ചതാണ്. ധർമ്മം എന്ന് പറയുന്ന പുരുഷാർത്ഥങ്ങളിൽ ആദ്യത്തേത് ശരീരം എടുത്തപ്പോൾ കൂടെ കൊണ്ടുവന്നതാണ്. ചെയ്തു തീർക്കേണ്ട കർത്തവ്യങ്ങളെല്ലാം തന്നെ നമ്മൾ പാലിച്ചേ മതിയാകൂ. അത് കാരണം അതുകൊണ്ട് വേണം നമുക്ക് മോക്ഷം എന്ന് പറയുന്ന പരമപുരുഷാർത്ഥം 4-മത്തെ അത് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ വക കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിൽ വെച്ചുകൊണ്ട് എല്ലാ തരത്തിലും നമുക്ക് ചതുർത്ഥ സ്കന്ധത്തിലെ വിസർഗലീലകൾ അപഗ്രഥിച്ചു പഠിക്കാൻ നോക്കാം. ഏതൊരു ഭാഗവത കഥകളിലൂടെ ലഭ്യമാകുന്ന ജ്ഞാനമാണോ, പരമാത്മജ്ഞാനമാണോ, ആത്മീയ ജ്ഞാനമാണോ നമുക്ക് കിട്ടുന്നത്, അതിനെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ട് ഊണിലും ഉറക്കത്തിലും എന്ന് മാത്രമല്ല ജാഗ്രത സ്വപ്ന സുഷുപ്തി എന്ന് പറയുന്ന അവസ്ഥാത്രയത്തിലും അതൊരിക്കലും നശിക്കാത്ത രീതിയിൽ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് ഭാഗവതത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ ലക്ഷ്യം വയ്ക്കേണ്ടത്. അത് മാത്രമായിരിക്കണം ലക്ഷ്യം. അതിലൂടെ കിട്ടുന്ന പദവിയാണ് മോക്ഷം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹവീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി.